നിങ്ങൾക്കൊക്കെ അറിയപ്പെടുന്ന ഒരു സിനിമാ രംഗത്തുള്ള ആള് പോലും പറയുന്ന എന്താ അറിയോ? സത്യത്തിൽ എനിക്ക് കുടുംബജീവിതം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദുഷിച്ച സ്ഥല. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത്. കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശം സ്ഥലമായിട്ടാണ് തോന്നുന്നത്. അവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. എന്താ പറഞ്ഞ് ഞാൻ ആളെ പേരൊന്നും പറയണില്ല. ഈ വിവാഹം എന്ന് പറഞ്ഞാൽ, ഈ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച സ്ഥല. അതിന്റെ കാരണം കൂടി ഞാൻ അദ്ദേഹത്തോട് പറയിപ്പിക്കാം കേട്ടോ. അങ്ങനെ അദ്ദേഹത്തിന് പറയാനുള്ള ആയിട്ടില്ല. അദ്ദേഹത്തിന് അത് പറയാൻ തോന്നാനുള്ള കാരണം കൂടി ഞാൻ പറയിപ്പിച്ചു തരാം. വിവാഹം എന്ന് പറഞ്ഞാൽ ഒരു ദുഷിച്ച സ്ഥല. ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നാൽ, ജീവിതം എന്തിന് എന്നറിയാതെ പോയാൽ, ഇവിടെ ഭാര്യ എന്ത്, ഭർത്താവ് എന്ത്, കുടുംബം എന്ത്, മക്കൾ എന്ത് എന്നൊക്കെ അറിയാതെ പോയാൽ അതാ ജീവിതത്തിന്റെ ലക്ഷ്യമില്ലായിരുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ നമ്മൾ പഠിക്കുന്നത് വഴിയാണ്. നമ്മൾ എന്തിനാ ഈ ഭൂമിയിലേക്ക് വന്നത്? ഇവിടെ കുറെ മൃഗങ്ങള് ജീവിച്ച് മരിച്ചു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ചത്തുപോയിട്ടുണ്ട്. അതേപോലെ മനുഷ്യനും ഇങ്ങനെ ജീവിച്ചു. 20 കൊല്ലം, 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം. ആ അച്ഛനോട് ബാധ്യതയില്ല, അമ്മയോട് ബാധ്യതയില്ല, മക്കളോട് കടപ്പാടില്ല, മക്കൾക്ക് തിരിച്ചു കടപ്പാടില്ല, അയൽപ്പക്ക ബന്ധങ്ങളില്ല. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരമൊക്കെ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ പോകുമ്പോ ജീവിതം എന്തിനെന്ന് അറിയാതെ പോകും. അതിനൊരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഞാൻ അദ്ദേഹത്തിന്റെ പേരൊന്നും പരാമർശിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? ഈ കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ദുഷിച്ച സ്ഥല. അതിനൊരു അർത്ഥം അദ്ദേഹം കാണുന്നില്ല. അത് ദുഷിച്ച സ്ഥലമാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അതുകൂടി ഒന്ന് കേൾപ്പിച്ചു കൊടുക്കി. ദുഷിച്ച സ്ഥലമാണ് എന്ന് പറയാനുള്ള കാരണം. ഇപ്പം എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സംഗതി, ഞാൻ ഒരാളെ കൊന്നു എന്ന് വന്ന് എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് പറയുമ്പോൾ എനിക്ക് അങ്ങനെ സംഭവിച്ചു പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാർട്ട്ണർ പറയായിരിക്കും, സാരമില്ല, നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ ആലോചിക്കാം. ഇതേ പാർട്ട്ണറുടെ അടുത്ത് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതേ പാർട്ട്ണർ ചിലപ്പോൾ നമ്മളെ കൊല്ലും. അദ്ദേഹം പറയാണ്, ഞാൻ എൻ്റെ ഭാര്യയോട് വന്നിട്ട് പറയണേ, ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഭാര്യ പറയും, സാരല്ല, അബദ്ധം പറ്റിയതല്ലേ, അതൊക്കെ ഇനി മറന്ന് നമുക്ക് ജീവിക്കാന്ന് പറയും. പക്ഷെ ഞാൻ വേറൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ കൊല്ലും. മനസ്സിലായോ? ഞാൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ ക്ഷമിക്കും. പക്ഷെ ഞാനൊരു പെണ്ണിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ ചിലപ്പോൾ എന്നെ കൊല്ലും. അപ്പോ എനിക്കിഷ്ടപ്പെട്ടവരൊക്കെ സ്നേഹിക്കണം, ഇഷ്ടപ്പെട്ടവരോടൊപ്പം ജീവിക്കണം. അതിന് ഭാര്യ തടസ്സാണ്, അതിന് മക്കള് തടസ്സാണ്, അതിന് കുടുംബജീവിതം തടസ്സാണ്. അതിന് സാക്ഷികൾ ഉണ്ടാവുക, കരാറിൽ ഒപ്പിടുക, ഒരു കുടുംബം എന്നുള്ള സംഭവത്തിലേക്ക് വരിക. എന്നിട്ട് അത് നിക്കാഹോ, അല്ലെങ്കിൽ പള്ളിയിൽ നടക്കുന്ന ഒത്തുകല്യാണോ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി നടക്കുന്ന താലികെട്ടോ, അതൊക്കെ അങ്ങനെ ഒരു വ്യവസ്ഥയിലേക്ക് വരുന്നത് വേറൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പോ അതിന് തടസ്സാണ് കുടുംബവും. അപ്പൊ താന്തോന്നിയായി ജീവിക്കാൻ പറ്റുകയില്ല മാന്യമായി കുടുംബത്തിൽ ജീവിക്കുമ്പോ എന്നർത്ഥം. അത് അദ്ദേഹം സിനിമയിലൊക്കെ അദ്ദേഹം ആ രൂപത്തിലുള്ള കഥകൾ കൊണ്ടുവരാറുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, എന്റെ സിനിമ കണ്ടിട്ട്, ഇയാൾ പറയണ വാക്ക, എന്റെ സിനിമ കണ്ടിട്ട് ഒരു 10 ആളെങ്കിലും വിവാഹമോചനം നടത്തുകയാണെങ്കിൽ ഞാൻ അത്രത്തോളം സന്തോഷത്തിലാവും. എങ്ങനെ? ഞാൻ ഇറക്കിയ സിനിമ കണ്ടിട്ട് ഒരു 10 ആളെങ്കിലും അത് കണ്ട ഉടനെ ഭാര്യനെ ഒഴിവാക്കി വിവാഹമോചനം തേടിയാൽ എന്റെ മനസ്സ് അത്രത്തോളം സന്തോഷാവും. ഞാൻ വിചാരിക്കുന്നു ഈ സിനിമ കൊണ്ട് ഒരു 10 ഡൈവേഴ്സിലും കൂടുതൽ നടന്നാൽ ഞാൻ അതിൽ അത്രയും സന്തോഷിക്കും. എന്തിനാണ് ഈ ആമുഖത്തിൽ ഇത് പറയുന്നത്? എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, അമുസ്ലിങ്ങളെ, നമ്മുടെ കുടുംബം എന്തിനാണ്? ഈ ജീവിതം എന്തിനാണ്? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്നറിയുമ്പോഴാണ് ജീവിക്കാനുള്ള സുഖം. ഇവിടെ ഈ തിരുവാലി എന്ന അങ്ങാടിയിൽ കൂലിപ്പണിക്കാരുണ്ട്. ഈ പറമ്പില് 2 ആളെ നമ്മൾ കൂലിക്ക് വിളിച്ചു. അയാൾ ആ തെങ്ങിന് കളച്ചു, ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ എടുത്തു. എന്നിട്ട് അവര് വൈകുന്നേരം ഒരു 800, 900, 1000, 1200 കൂലി കിട്ടി. അത് പോക്കറ്റിലിട്ട് വണ്ടൂരിലേക്ക് ഇവിടുന്ന് ബസ് കയറി. ഒരു മിനി ബസ് വന്നപ്പോ അതിൽ കയറി, അല്ലെങ്കിൽ മഞ്ചേരിയിലേക്ക് ബസ് കയറി. ബസ്സിൽ വെച്ച് അത് പോക്കറ്റ് അടിച്ചു പോയി. പോക്കറ്റ് അടിച്ച ആളെ ഈ മനുഷ്യന് മനസ്സിലായിട്ടില്ല, ബസ്സിൽ ആളും കണ്ടിട്ടില്ല. അയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു.
പരിഹാരം ഉണ്ടായിട്ടില്ല. കാരണം പോലീസുകാർക്ക് തെളിവൊന്നും കിട്ടിയില്ല. ഈ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ മനുഷ്യൻ ആ പൈസ കൊടുത്ത് വാങ്ങുമ്പോ പഞ്ചസാരക്ക് മധുരം കുറയോ? ഇല്ല. അയാൾ വാങ്ങാൻ ഉദ്ദേശിച്ച അരി കുറുവയാണെങ്കിൽ കുറുവ അരി അയാൾക്ക് കിട്ടൂലേ? കിട്ടും. അപ്പൊ അയാൾ ഇതൊരു സ്ഥിരം പതിവായി. ഇന്ന് ഈ ബസ്സിലാണ്, വേറെ അങ്ങാടിയിലാണ്, വേറെ മാർക്കറ്റിലാണ്, തിരക്കുള്ള സ്ഥലത്താണ് ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ. അയാളെ പിടിക്കാൻ കിട്ടണില്ല. ഒരു CC ക്യാമറയിലും അയാൾ പതിഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. ഈ മനുഷ്യന് കൂലിപ്പണിയെടുത്ത മനുഷ്യന് അങ്ങാടിയിൽ ഇറങ്ങി പോക്കറ്റ് കൈയിട്ടപ്പോ താൻ ഇതുവരെ വെയിൽ കൊണ്ടെടുത്ത പണിയുടെ കൂലി പോക്കറ്റിൽ ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിന് പരലോക വിശ്വാസവും മരണാനന്തര ഒരു ജീവിതത്തെ കുറിച്ചും വിശ്വാസമില്ലാത്ത ഒരാൾക്ക് എന്ത് സമാധാനിക്കാനാണ്? അയാളോട് എന്ത് സമാധാനം പറയുക? MBBS പഠിക്കാൻ ആഗ്രഹിച്ച ആകെ ഒരു മോനും ഒരു മോളും ഉള്ളത്. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടി മോനെ പഠിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ട്, പ്രിയപ്പെട്ടവരെ, മോനെ പഠിപ്പിച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ട് ഡോക്ടറായി ഇറങ്ങുന്ന ആ കൊല്ലം, ആ ലാസ്റ്റ് മാസം അവർ തീരെയാണോടെ അവൻ തളർന്നു വീണു മരിച്ചു. അച്ഛന് പരലോക വിശ്വാസമില്ല, മോനുമില്ല, അമ്മക്കുമില്ല. ഇവരെന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കും? ആ സ്ഥാനത്ത് പരലോകബോധമുള്ള ഒരു മുസൽമാന്റെ കുട്ടിയാണ് മരിച്ചത്. അങ്ങനെ മരിക്കണം എന്നല്ല, ഏതൊരു വിഭാഗത്തിൽപ്പെട്ടവനും അങ്ങനെ തളർന്നു വീണ് മരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ മരിച്ചത് പരലോകബോധമുള്ള, മരണാനന്തര ലോകമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് വിശ്വാസമുള്ള ഒരാളാണ്. അയാളോട് നമ്മൾ എന്താ പറയാ? നിങ്ങളെ മോനെ പഠിപ്പിച്ചു, നല്ല അച്ചടക്കമുള്ള ഒരു മോനായിരുന്നു, കറക്റ്റ് 5 നേരം നിസ്കരിക്കുമായിരുന്നു, ഒരു കച്ചറയിലേക്ക് പോവാത്തൊരു കുട്ടിയായിരുന്നു. നിങ്ങൾക്ക് സമാധാനിക്കാം. നാളെയുടെ ലോകത്ത് നിങ്ങൾക്ക് അവനെ കുറിച്ച് നല്ലത് പ്രതീക്ഷിക്കാം. ഉള്ള സ്വത്ത് വിറ്റ് പൊറുക്കി അവനെ പഠിപ്പിച്ച് മരണത്തോടുകൂടി കത്തിച്ചു കളഞ്ഞാലോ ഇല്ലെങ്കിലോ, സ്വന്തം പറമ്പിൽ കബറടക്കിയാലോ പൊതു ശ്മശാനത്തിൽ കബറടക്കിയാലോ അതോടുകൂടി തീർന്നു എന്ന് വിചാരിക്കുന്ന ഒരച്ഛനോടും അമ്മയോടും നെഞ്ചത്തടിച്ച് കരയുകയല്ലാതെ ആശ്വസിപ്പിക്കുവാൻ, സമാധാനിപ്പിക്കുവാൻ എന്തൊരു വിശ്വാസത്തിന്റെ ശക്തിയാണുള്ളത്? നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്കാനായി പറയുന്നത്. അവിടെ ഇസ്ലാം ഇടപെടുന്നു. ഈ ജീവിതം നൈമിഷികമാണ്, നശ്വരമാണ്. ഈ ജീവിതം വളരെ നൈമിഷികമാണ്, നശ്വരമാണ്. ഖുർആൻ പറഞ്ഞ വാക്കെന്താ അറിയോ? യഅലമു, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ലഇബുൻ, അത് കളിയാണ്, വലഹുവുൻ, അത് വിനോദമാണ്, വസീനത്തുൻ, അത് അലങ്കാരമാണ്, വതഫാഖുറു ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനമാണ്, വതഖാതുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളിലും സമ്പത്തിലുമുള്ള പെരുപ്പം പറയലും പെരുമ പറയലും പൊങ്ങച്ചം പറയലുമാണ്. ഇത് ജീവിതത്തിന്റെ ഒരു സാധാരണ റൊട്ടേഷൻ ഖുർആൻ വരച്ചതാ. ഖുർആൻ വരച്ചത് ഞാൻ പറഞ്ഞല്ല. എന്തൊക്കെ പറഞ്ഞത്? യഅലമു, നിങ്ങൾ അറിയണേ, അന്നമൽ ഹയാത്തുദ് ദുനിയ, ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ ലഇബുൻ വലഹുവുൻ വസീന, അത് കളിയാണ്, അത് വിനോദമാണ്, അത് അലങ്കാരമാണ്. വതഫാഖുറു ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനമാണ്. വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളെ തൊട്ടും സമ്പത്തിനെ തൊട്ടുമുള്ള പെരുപ്പം പറയലും പെരുമ പറയലാണ്. ഇപ്പൊ തിരുവാലി ചിലപ്പോ മുമ്പ് വലിയ വയസ്സൊന്നുമില്ല, മോനൊക്കെ ഗൾഫ് പോയി, അല്ലെങ്കിൽ വല്ല ബിസിനസ് ഒക്കെ തുടങ്ങി ഉഷാറായി, വാപ്പ അങ്ങനെ അങ്ങാടിയിൽ ഒരു പിടികക്കൊലയിൽ കാലൊക്കെ കേട്ടിങ്ങനെ ഇരുന്ന് ഒന്ന് പരിചയപ്പെടാൻ വന്ന ആളോട് പറഞ്ഞു, എവിടെ നിങ്ങളെ വീടെന്ന് ചോദിച്ചിട്ടുള്ളൂ, പേരെന്താന്ന് ചോദിച്ചിട്ടുള്ളൂ, അഡ്രസ് മുഴുവൻ പറഞ്ഞു. എന്റെ മൂത്ത മോന് ഖത്തറിലാന്ന് പറഞ്ഞു, എന്റെ ഒരു മോൻ കുവൈത്തിലാന്ന് പറഞ്ഞു, ഒരു മോളെ എനിക്കുള്ളൂ, അവള് സൗദിയിലാണ് ഭർത്താവിന്റെ ഒപ്പം എന്ന് പറഞ്ഞു. ആ ചോന്ന ബിൽഡിങ് എന്റെ മൂത്ത മോന്റേതാന്ന് പറഞ്ഞു, എന്റെ ഇളയ മോന്റേതാണ് ആ സൈഡിലെ ബിൽഡിംഗ് എന്ന് പറഞ്ഞു, ആ പമ്പ് എന്റെ മോളതാന്ന് പറഞ്ഞു. ഇതൊന്നും ഇയാൾ ചോദിച്ചിട്ടില്ല. ഇങ്ങനത്തെ ഒരു പ്രായം മനുഷ്യന് വരും. ബസ് എന്നൊക്കെ ഒന്ന് പരിചയപ്പെട്ട ചിലപ്പോ പരിചയപ്പെടേണ്ടില്ലായിരുന്നു തോന്നും. കാരണം മുഴുവനും കേൾക്കേണ്ടി വരും. പേരക്കുട്ടികളുടെ കഥയും മക്കളുടെ കഥയും സ്വത്തും ആസ്തിയും ആ വരുമാനം തോട്ടം എല്ലാം പറയും. ഇതൊക്കെ മനുഷ്യന്റെ പ്രകൃതിയിൽ ഇങ്ങനെ ദുരഭിമാനം പറയുക, പെരുമ പറയുക, പെരുപ്പം പറയുക, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ദുരഭിമാനം നടിക്കുക.
ഈ കളിയുടെ പ്രായത്തിലോ വിനോദത്തിന്റെ പ്രായത്തിലോ അലങ്കാരത്തിന്റെ പ്രായത്തിലോ ദുരഭിമാനം നടിക്കുന്ന സമയത്തോ മക്കളൊക്കെ ആയി മക്കളെ തൊട്ട് പെരുമ പറയുന്ന പ്രായത്തിലോ സ്വത്തിനെ തൊട്ട് പെരുമ പറയുന്ന പ്രായത്തിലോ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളെ തിരിച്ചു വിളിച്ചേക്കാം. ഏതുപോലെയാണ്? അല്ലാഹ് പറയാണ് കമസലി ഗൈസിൻ അജബൽ കുഫാറ. കുഫാർ എന്ന് പറഞ്ഞാൽ അവിടെ കർഷകരാണ്. കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു. കൃഷിയെ തൊട്ട് കർഷകൻ അത്ഭുതം പൂളുന്നത് പോലെ അവന്റെ കൃഷി അതിങ്ങനെ ഉഷാറായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് ഈ കർഷകന്മാർ അത്ഭുതം പൂളും. വല്ലാത്ത സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ സുമ്മ യകൂനു ഹുതാമ. പിന്നെ അതിങ്ങനെ പതുക്കെ മഞ്ഞ നിറം പൂണ്ടതായി മാറും. അതിങ്ങനെ ചുരുങ്ങാൻ തുടങ്ങും, ദ്രവിക്കാൻ തുടങ്ങും, തുരുമ്പായി മാറും. അത്രേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം എന്നാണ് അല്ലാഹു തആല പറയുന്നത്. കൃഷിയൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പിൽ നിൽക്കുമ്പോ അത്ഭുതപ്പെടുന്ന കർഷകനെ അത്ഭുതങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അത് മഞ്ഞ നിറത്തിലേക്ക് ഈ യൗവനവും ഈ ചോരത്തിളപ്പും ഞാനടാ എന്നൊക്കെ പറയുന്ന വീമ്പ് വർത്തമാനങ്ങളും വമ്പ് വർത്തമാനങ്ങളൊക്കെ അവസാനിച്ച് ആ പച്ചപ്പോട് കൂടി നിന്ന ചെടി മഞ്ഞ കളറിലേക്ക് പോയതുപോലെ നിന്റെ ഊരയൊക്കെ ഒന്ന് വളഞ്ഞ് നിന്റെ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച് ആ പച്ചപ്പോടുകൂടി അത്ഭുതത്തോടുകൂടി കർഷകൻ ആശ്ചര്യപ്പെടുത്തിയ കൃഷി വൈക്കോൽ തുരുമ്പായി മാറിയതുപോലെ നിന്റെ ജീവിതം തീർന്നു പോകുന്ന ഒരു ചിന്തനീയമായ രംഗമാണ് സത്യത്തിൽ ഇവിടുത്തെ ജീവിതം. ഇതൊക്കെ ഖുർആൻ പറയണേ. എന്നിട്ട് ഈ ആയത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ പ്രിയപ്പെട്ടവരെ, സർവശക്തനായ അള്ളാഹു ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയോ? വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇതൊരു വഞ്ചനയുടെ ചരക്കാണ്. ജീവിതം എന്തിനു വേണ്ടി നമ്മൾ പറയണത്? ഈ വഞ്ചനയുടെ ചരക്കിന്റെ പളപളപ്പിൽ തീർത്തു കളയാനുള്ളതല്ല ജീവിതം. ഈ വഞ്ചനയുടെ വിഭവമാകുന്ന ഭൂമിയിലെ ഇവിടുത്തെ ഓട്ടവും ഇവിടുത്തെ നെട്ടോട്ടവും ഇവിടുത്തെ സുഖസൗകര്യങ്ങളും ഇവിടെ മാടി വിളിക്കുന്ന കൈകൾക്ക് ഉത്തരം കൊടുക്കുന്നതും ഒരു മായാലോകത്തിലേക്ക് മാടി വിളിക്കുന്ന ലഹരിയുടെ മായാലോകത്തിലേക്ക് മാടി വിളിക്കുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ മായാവൃത്തത്തിൽ പോയി തീർത്തു കളയാനുള്ളതും അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതാണ് ഈ ഐഹിക ജീവിതം എന്ന് തെറ്റിദ്ധരിച്ചു പോയവരോട് അള്ളാഹുവിന്റെ ഗ്രന്ഥം പറഞ്ഞു, വമൽ ഹയാത്തുദ്ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. ഈ ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ വഞ്ചനയുടെ ചരക്കാണ്. വഞ്ചനയുടെ ചരക്കാണ്. അത് മനസ്സിലാകുന്നുണ്ടോ നമ്മളെ പുതിയ തലമുറക്ക്? ഉണ്ടോ? ഈ രംഗങ്ങളൊക്കെ നമ്മുടെ പുതിയ തലമുറക്ക് മനസ്സിലാകുന്നുണ്ടോ? താല്പര്യം ഉണ്ടെങ്കിൽ യെസ് പറയും, ഇല്ലെങ്കിൽ നോ പറയും, അത്രേ ഉള്ളൂ. ഫ്രണ്ടാണ്. പക്ഷെ ഇന്ന് ലോകം ഒത്തിരി മാറിപ്പോയി. എല്ലാവരും വളരെ ആക്സസിബിൾ ആണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. ഇത് വലിയ ഭയങ്കര സെക്സ് ചോദിക്കുന്ന എന്തോ വലിയ കാര്യമുള്ള കാര്യമൊന്നും അല്ല. ഇഫ് ഐ ഫീൽ ലൈക്ക് സേയിങ് നോ അതാണെങ്കിൽ അങ്ങനെ. പക്ഷെ ഇഫ് ഐ ഫീൽ ലൈക്ക് അത് കുഴപ്പമില്ല എന്നാണെങ്കിൽ എന്താ ചോദിച്ചേ? ഈ മൈക്കും പിടിച്ച ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിന്നോട് സെക്സ് ചോദിച്ചാൽ, ശാരീരിക ബന്ധം ചോദിച്ചാൽ കൊടുക്കുമെന്നാണ് ചോദ്യം. എന്താ മറുപടി? ആ ചോദ്യത്തിനനുസരിച്ച് ആളൊക്കെ നോക്കിയിട്ട് പറ്റുമെങ്കിൽ കൊടുക്കും, പറ്റൂല്ലെങ്കിൽ ഒഴിവാക്കും. അതൊക്കെ ഞങ്ങളെ ചോയ്സാണ്. എന്ത്? ഒരാൾ നിന്നോട് വഴിയിൽ വെച്ചിട്ട്, കോളേജിൽ വെച്ചിട്ട്, ക്യാമ്പസിൽ വെച്ചിട്ട്, പുറത്തു വെച്ചിട്ട് നീ എൻ്റെ കൂടെ സെക്സിന് പോരണോന്ന് ചോദിച്ചാൽ എന്താ നിനക്ക് പറയാനുള്ള മറുപടി എന്നാ? അതിനിപ്പോ എന്താ പ്രശ്നം? അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് അത്ര വലിയൊരു പ്രശ്നമല്ല. അത് ആ ചോദ്യത്തിനനുസരിച്ച്, ആ സമയത്തിനനുസരിച്ച്, ആളെ രൂപത്തിനനുസരിച്ചൊക്കെയാണ് പ്രതികരണം. ചിലപ്പോ യെസ് പറയും, ചിലപ്പോ നോ പറയും. അത്രേ ഉള്ളൂ. എന്താ ചോദിച്ചേ? ചായ കുടിക്കണമെന്നാ? എന്താ ചോദിച്ചത്? ഒരു ജ്യൂസ് കുടിക്കാൻ പോരണോന്നാ? ഇതാണ് പുതിയ തലമുറ. ഇതിനെ നോർമലൈസ് ചെയ്യണം എന്നാ പറയണത്. ഇതൊക്കെ ഒരു നോർമൽ കാര്യമാണ് ഇന്നത്തെ ലോകത്ത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ള ആളുകള്, നിങ്ങളൊക്കെ ഒരു SSLC പഠിക്കണം, നിങ്ങളൊക്കെ ഒരു 8th-ലും 9th-ലൊക്കെ പഠിക്കുന്ന ഒരു കാലം, അല്ലെങ്കിൽ വേണ്ട കുറച്ചും കൂടി ഒരു മധ്യ അവസ്ഥ നിൽക്കുന്ന ആളുകള്, ഒരു 10-40 വയസ്സുള്ള ആളുകൾ, ഒരു 20 കൊല്ലം 25 കൊല്ലം മുമ്പ്, 20 കൊല്ലം മുമ്പൊക്കെ ഒരു 10ാം ക്ലാസ്സിൽ പഠിച്ച ആളുകൾ,
അന്നത്തെ കാലത്തൊക്കെ ഈ ഒരു അവസ്ഥ ഉണ്ടോ നമ്മുടെ നാട്ടിൽ? ഉണ്ടോ? ഒരു കൂൾബാറിൽ കയറി ഒരുമിച്ചിരുന്ന ഒരു ജ്യൂസൊക്കെ കുടിച്ച വലിയ സംഭവമാണെന്ന്, ഒന്ന് ഇഷ്ടമാണെന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് തിരിച്ചിങ്ങോട്ട് ഇഷ്ടാന്നൊക്കെ പറഞ്ഞ വലിയ വാർത്തയാണെന്ന്. ഇന്നോ വഴിക്ക് വെച്ച് പരിചയപ്പെട്ടാൽ മതി, ചോദിക്കുന്നത് തന്നെ സെക്സിന് റെഡിയാണോന്നാ. ഉത്തരം കുട്ടികൾ പറയുന്നത് ഇതിങ്ങനെ കോളേജിൽ പലരും ചോദിക്കുകയാണ്, ബസ് സ്റ്റാൻഡിൽ വന്ന് ചോദിക്കുകയാണ്, വെയിറ്റിംഗ് ഷെഡിൽ വന്ന് ചോദിക്കുകയാണ്, ബസ് വെയിറ്റിംഗ് ഷെഡിൽ ചോദിക്കുകയാണ്. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒരു 100 വട്ടം ചോദിക്കുമ്പോ അങ്ങനെ ഒരു ഇതിനൊക്കെ വലിയ ഗൗരവത്തോട് കൂടി കാണുന്ന കുട്ടികളും പറയും ഇതൊക്കെ എന്നും കേൾക്കുന്ന ചോദ്യമാണ്. ആർക്കും അത്ര അത്ഭുതമായിട്ട് തോന്നുന്നില്ല. ഇന്നലെ പരിചയപ്പെട്ടു, ഇന്ന് ശാരീരിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ട് കഴിഞ്ഞു. ഇതാ പുതിയ ലോകം. എന്തുകൊണ്ടാണ്? ഈ വഞ്ചനയുടെ വിഭവമാകുന്ന ഭൂമിയുടെ പളപളപ്പ് കണ്ട്, ഈ വഞ്ചനയുടെ വിഭവമാകുന്ന ചരക്കാകുന്ന ഭൂമിയുടെ ഈ പുതിയ ലോകത്തിന്റെ ഈ കാട്ടിക്കുട്ടലുകൾ കണ്ട് നമ്മുടെ മക്കളും അറിഞ്ഞോ അറിയാതെയോ ഈ അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അതെ ഈ വിഷയത്തിന്റെ കാതലെന്താ, ജീവിതം എന്തിനു വേണ്ടി എന്നത് മറന്നു പോകുന്ന പുതിയ തലമുറയാണ്, ന്യൂജൻ ടീമിനെയാണ് എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് സ്വവർഗ വിവാഹം, പെണ്ണും തമ്മിലുള്ള വിവാഹം, ആണും തമ്മിലുള്ള വിവാഹം, അതിനൊക്കെ എന്താ നിങ്ങൾക്ക് സ്വവർഗ വിവാഹത്തെക്കുറിച്ചും സ്വവർഗ ബന്ധത്തെക്കുറിച്ചുമൊക്കെ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന ചോദ്യത്തിന് കുട്ടികൾ പറയുന്ന മറുപടി എന്താണെന്നറിയോ? അതൊക്കെ വലിയ ആളുകൾക്ക്, പ്രായമുള്ള ആളുകൾക്കൊക്കെ അത് വലിയ വിഷയമാണ്. പക്ഷെ പുതിയ ന്യൂജൻ ടീമിന് അതൊന്നും ഒരു പ്രശ്നമില്ല. പെണ്ണും തമ്മിലുള്ള കല്യാണം, തിരുവാലിയിൽ എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, തിരുവാലിയിൽ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, തിരുവാലിയിൽ എന്നെ കേൾക്കുന്ന ക്രൈസ്തവരെ, തിരുവാലിയിൽ എന്നെ കേൾക്കുന്ന മകള് എന്ന, മകന് എന്ന, ഭാര്യ എന്ന, ഭർത്താവെന്ന, അച്ഛനെന്ന, അമ്മയെന്ന സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരെ, നിങ്ങളുടെ മോളെ മറ്റൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുവോ? ഇതൊക്കെ ലോകത്ത് കേൾക്കുന്ന വാർത്ത. സ്വവർഗ പ്രണയത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ലോകം എല്ലാവർക്കും വേണ്ടതല്ലേ? അതിപ്പോ വലിയവർക്കാണത് പറഞ്ഞാൽ മനസ്സിലാവത്തെ. ഇപ്പൊ കുട്ടികൾക്ക് ന്യൂ ജനറേഷൻ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അവരുടെ ഇഷ്ടമാണ്, അവരുടെ അഭിപ്രായമാണ്. ഓർക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഇഷ്ടം പോലെ ജീവിക്കട്ടെ. ഓർക്ക് ഇഷ്ടമാണെങ്കിൽ ഓരങ്ങനെ ജീവിച്ചോട്ടെ. ഒക്കെ വിദ്യാഭ്യാസത്തിന് കുറവാണ്, രോഗമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യണം, അല്ലാണ്ട് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ്. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ്. ലോകമൊക്കെ മാറിയില്ലേ? എന്താ ചോദ്യം? പെണ്ണും തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുക, ആണും തമ്മിൽ കല്യാണം കഴിച്ച് ജീവിക്കുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ ആണും ജീവിക്കുക, പെണ്ണും ജീവിക്കുക, അവരുടെ ശാരീരികമായ ദാഹങ്ങളൊക്കെ തീർത്ത് ജീവിക്കുക, ലൈംഗിക ആസ്വാദനങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുക. സ്വവർഗ വിവാഹം. സ്വവർഗം എന്ന് പറഞ്ഞാൽ ആണ്, പെണ്ണ്. അപ്പൊ കല്യാണത്തിന് ഒരു പെൺകുട്ടിയെ തേടേണ്ട ആവശ്യമില്ല. ഇത് കോളേജിലൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോ കുട്ടികള് വളരെ പരസ്യമായി ധൈര്യത്തോടെ പറയുന്ന മറുപടിയാണ്. ഇതൊക്കെ മുതിർന്ന ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. പുതിയ കുട്ടികളൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരല്ലേ? കണ്ടോ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചോ? പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ള സമൂഹമല്ലേ? അതുകൊണ്ട് ന്യൂജനിന് അതൊക്കെ മനസ്സിലാവും. അവരൊക്കെ ധാരാളം പഠിക്കല്ലേ, എല്ലാവർക്കും ജീവിക്കണ്ടേ. ഒരാണിന് ആണിനോട് ഇഷ്ടമെങ്കിൽ അവന് ജീവിക്കണ്ടേ. ഒരു പെൺകുട്ടിക്ക് പെൺകുട്ടിയെ തന്നെയാണ് കല്യാണം കഴിക്കേണ്ടതെങ്കിൽ ജമീല മൈമൂനയാണ് കല്യാണം കഴിക്കേണ്ടത്, ഓമന വത്സലയാണ് കല്യാണം കഴിക്കേണ്ടത്. ജോസഫും അബ്രഹാമും തമ്മിലാ കല്യാണം, മുഹമ്മദ് ഇബ്രാഹിമും തമ്മിലാ കല്യാണം. അങ്ങനെ ജീവിക്കേണ്ട ഓല ഇഷ്ടപ്പോലെ ജീവിച്ചോട്ടെ എന്നാണ്. പുതിയ തലമുറയിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലക്ക് ഞാനും നിങ്ങളും എന്തിനാണ് ഈ ജീവിതം എന്നത് സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നത്. ഈ പോക്ക് പോയാൽ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ? തിരുവാലിയിലെ എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന മനുഷ്യരെ, എന്തായിരിക്കും ഒരു 10 വർഷം കൂടി മുന്നോട്ട് പോയാൽ, 10-20 വർഷം കൂടി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും നാടിന്റെ ഒക്കെ അവസ്ഥ? ഇതൊക്കെ ഈ കേരളക്കരയിലെ കുട്ടികൾ ഓരോ ക്യാമ്പസിലിരുന്ന്, ബസ് സ്റ്റോപ്പിലിരുന്ന്, അതേ കോളേജിന്റെ മൈതാനത്തിരുന്ന്, കോളേജിന്റെ വരാന്തയിലിരുന്ന് വളരെ നോർമലായി സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വർത്തമാനങ്ങളിലാണ് 1-2 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അങ്ങോട്ട് മാത്രം നമുക്ക് സംസാരിച്ചു പോകാൻ സമയമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാചകം നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആരാണ്, അപ്പൊ എന്തിനാണ് ജീവിക്കുന്നത് എന്നതിന്റെ ഉത്തരം കണ്ടെത്താനാണ്. എന്തിനാ ജീവിക്കുന്നത്? ഇവിടേക്ക് നമ്മളെ പറഞ്ഞു വിട്ടത് അവനെ ആരാധിക്കാനാണ്, അള്ളാഹിനെ ആരാധിക്കാനാണ്. നമുക്കിതിലൊരു റോളില്ല.
നമ്മുടെ അച്ഛന് നമ്മുടെ അമ്മ അവർ രണ്ടുപേരും കല്യാണം കഴിച്ച് അവര് തമ്മിലുള്ള പരസ്പരമുള്ള ശാരീരിക ബന്ധത്തിലൂടെ പ്രപഞ്ചത്തിന്റെ നാഥൻ ഉദ്ദേശിച്ചാൽ മാത്രമേ ഒരു കുഞ്ഞുണ്ടാവുള്ളൂ. ഖുർആൻ തന്നെ അതിന് പറഞ്ഞത്, ചില ആളുകൾക്ക് ഞാൻ ആൺകുട്ടികളെ മാത്രം കൊടുക്കും, ചില ആളുകൾക്ക് ഞാൻ പെൺകുട്ടികളെ മാത്രം കൊടുക്കും, ചില ആളുകൾക്ക് ഞാൻ ഇടകലർത്തി കൊടുക്കും, ചില ആളുകൾക്ക് ഞാൻ മക്കളെ കൊടുക്കുകയില്ല. റബ്ബിന്റെ തീരുമാന. അതൊരു പരീക്ഷണാണ്. നമ്മുടെ ഈ സദസ്സിൽ ആർക്കെങ്കിലും മക്കളില്ലാത്തവരുണ്ടെങ്കിൽ സർവശക്തനായ റബ്ബ് അവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര പ്രായാധിക്യത്തിലാണ് കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചത് അല്ലേ? അങ്ങനെ മറ്റു പ്രവാചകന്മാരും അവിടേക്ക് കിടക്കണില്ല. നമ്മുടെ കൂട്ടത്തിലും ചിലപ്പോൾ വിവാഹം കഴിഞ്ഞ് 5, 10, 15 വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് അള്ളാഹു സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ റബ്ബിനെ തിരിച്ചറിയുന്നതിലൂടെയാണ് ഞാനും നിങ്ങളും യഥാർത്ഥ ജീവിതം എന്ത് എന്ന് പഠിക്കുന്നത്. ഇനി മറ്റൊരായത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ. ഖുർആൻ പറയാ, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിലുള്ളവർക്ക് ഉപജീവനം നൽകുന്നതാരാ? ഉത്തരം എന്താ? ഇത് മുസ്ലിങ്ങളോട് ചോദിച്ച ചോദ്യമല്ല. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ജീവിച്ച പ്രവാചകന്മാരെ എതിർക്കുന്നവരോട് പോലും ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആരാണ് ഭൂമിയിലുള്ളവർക്ക് ഉപജീവനം നൽകുന്നത്? ഇവിടെ എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, ബാപ്പ മരിച്ചു എന്ന് വിചാരിച്ചോളൂ. ചെറുപ്രായത്തിൽ എന്റെ കുട്ടി അനാഥയായി അല്ലെങ്കിൽ അനാഥനായി. ആ കുട്ടിയുടെ ജീവിക്കൂലേ? ജീവിക്കും. അതിന് സംവിധാനമില്ല. പ്രപഞ്ചത്തിന്റെ നാഥൻ ഒരുക്കിയിട്ടുണ്ടെന്ന്. നമ്മളാരും അതിൽ വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. റബ്ബിന്റെ തീരുമാനമാണ് ഇയാൾ മരിക്കുക എന്നുള്ളത്. അയാൾ മരിച്ചു. അയാളുടെ കുട്ടിയെ സംരക്ഷിക്കാൻ വേറെ ഒരുപാട് സ്നേഹത്തിന്റെ കരങ്ങൾ അതേ ഉയർന്നു വരും. അത് പടച്ചവന്റെ തീരുമാനത്തിലുള്ളതാണ്. ലോകത്ത് ജനിച്ചു വീഴുന്ന ഓരോ മക്കൾക്കും മനുഷ്യർക്കും ഉപജീവനം, അവരുടെ റിസ്ക് റബ്ബ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മളതിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മക്കൾക്ക് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ ഓടിയിട്ട് നിസ്കരിക്കാൻ സമയമില്ലെന്ന് പറയുന്ന ഒരച്ഛനോ വാപ്പയോ, ഒരു ഉപ്പ പറയണ്, എനിക്ക് പള്ളിക്കൊന്നും ജമാഅത്തിന് പോകാൻ സമയമില്ല, എനിക്ക് 4 മക്കളാണ്, 2 മക്കളെ കല്യാണത്തിന്റെ പ്രായമായി, 2 മക്കള് പഠിക്കാണ്, കുറെ കാശ് വേണം, ഞാൻ എന്നും കച്ചവടത്തിൽ ഇറങ്ങല, മര്യാദക്ക് പള്ളി പോവാൻ പോലും സമയമില്ല എന്ന് പറയുന്ന ഒരു വാപ്പ ലൈഫിൽ പരാജയപ്പെട്ട വാപ്പയാണ്. ലൈഫിൽ പരാജയപ്പെട്ടു. മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തുക. അങ്ങനെ ഒരു പരാജയം ഏറ്റുവാങ്ങാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. നമ്മളവരെ നോക്കണം, അധ്വാനിക്കണം, അവർക്ക് വേണ്ടി ധാരാളമായി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, തർക്കമില്ല. പക്ഷേ മക്കൾക്ക് വേണ്ടി ഉറക്കമൊഴിച്ചിട്ട് സുബൈ നഷ്ടപ്പെടുത്തുക. എന്നിട്ട് ആ മക്കൾക്ക് ഓർമ്മണ്ടോ? ബാപ്പയും ഉമ്മയും പ്രായമായപ്പോ വിദേശത്ത് 20 കൊല്ലം ജോലി ചെയ്തിട്ട് 21ാമത്തെ വർഷം നാട്ടിലേക്ക് വന്ന ഒരാള് എനിക്ക് പരിചയമുണ്ട്. ഈ പരിസര പ്രദേശത്തുണ്ട്. മക്കൾക്ക് വേണ്ട, ഉമ്മാക്ക് വേണ്ട, ഇയാളുടെ ഭാര്യക്ക് വേണ്ട. 20 കൊല്ലം അവിടുന്ന് ഇങ്ങനെ പണം അയച്ചു കൊടുത്തപ്പോ എന്തൊരു വിളിയായിരുന്നു. നെറ്റ് കോൾ ഉപയോഗിച്ച്, വീഡിയോ കോൾ ഉപയോഗിച്ച് വിളിച്ചോണ്ടേയിരിക്കായിരുന്നു. ഓരോ മാസവും 5-ാം തീയതിയാകുമ്പോ പണം അയച്ചിട്ടില്ലെങ്കിൽ വിളിയുടെ ശക്തിയും അടുപ്പവും കൂടുമായിരുന്നു. ഇനി അയാൾ പ്രായമായി, കുറച്ചൊക്കെ നാട്ടിൽ കൂടാമെന്ന് വിചാരിച്ച് നാട്ടിലേക്ക് മടങ്ങി. 2 മാസമായി 3 മാസമായി. സാധാരണ വന്നാൽ 2-3 മാസമാകുമ്പോ പോവാറുണ്ട്. ഭാര്യ ചോദിച്ചു, അല്ല എന്താ എത്ര ഉണ്ട് ലീവ് എന്ന്. മക്കൾ ചോദിച്ചു, വാപ്പ എത്ര ഉണ്ട് ലീവ് എന്ന്. വാപ്പ പറഞ്ഞു, ഇനി മക്കളെ ഞാൻ പോകുന്നില്ല, നിങ്ങളൊക്കെ വലുതായില്ലേ, ഇനി വാപ്പ കുറച്ചു കാലം ഉമ്മാന്റെ കൂടെ ഈ നാട്ടില്, ഇവിടുത്തെ മഹലില്, ഇവിടുത്തെ പള്ളിയില്, ഇവിടുത്തെ മനുഷ്യരോട് അത് എല്ലാവരെയും കണ്ട് ജീവിക്കട്ടെ, നിങ്ങളൊക്കെ വലുതായില്ലേ. മക്കൾക്ക് ഇഷ്ടം കുറഞ്ഞു, ഭാര്യക്ക് ഇഷ്ടം കുറഞ്ഞു, കുത്തി പറയാൻ തുടങ്ങി, തട്ടി പറയാൻ തുടങ്ങി അല്ലെ. ഭക്ഷണം കൊടുക്കുമ്പോ അയാൾ പറയാ കരിഞ്ഞ അപ്പം കൊടുക്കാൻ തുടങ്ങി. അതിനൊക്കെ ചോദിച്ചാൽ വല്ലാത്ത ദേഷ്യത്തോടു കൂടിയുള്ള മറുപടിയായി. ആ വീട്ടിൽ ജീവിക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ അയാളുടെ വരുമാനം അവസാനിച്ചിരിക്കുന്നു. ഇങ്ങനെ കഷ്ടപ്പെട്ട് മക്കൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, പരലോകത്തെ പോലും, ഞാൻ അയാൾ പരലോകം മറന്നല്ല, പരലോകത്തെ മറന്ന്, നിസ്കാരത്തെ മറന്ന്, റബ്ബിനെ മറന്ന്, ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളെ മറന്ന് കഷ്ടപ്പെട്ട മനുഷ്യരെ എന്തു സമ്പാദിക്കാൻ പറ്റും നമുക്ക്? അവിടെ നിങ്ങൾ കൂലിപ്പണിക്കാരാവട്ടെ, നിങ്ങൾ കച്ചവടക്കാരാകട്ടെ, നിങ്ങൾ വാഹന കച്ചവടക്കാരാകട്ടെ, നിങ്ങൾ ഭൂമി കച്ചവടക്കാരാകട്ടെ, നമ്മുടെ ഇബാദത്ത് മറന്ന്, നമ്മുടെ രാത്രി നമസ്കാരം മറന്ന്,
നമ്മളുടെ ദീനീ പ്രവർത്തനം മറന്ന് ഒരു മക്കൾക്ക് വേണ്ടിയും ഞാനും നിങ്ങളും പടച്ചവനെ മറന്നുകൊണ്ടുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. കാരണം ഒരുപക്ഷെ ഇവരാരും നമ്മുടെ തുണയായി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒറ്റക്കൊറ്റക്കായി റബ്ബിന്റെ കോടതിയിൽ ചെന്നു നിൽക്കുമ്പോ പടച്ചവനെ, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി, ഭാര്യക്ക് വേണ്ടി, എന്റെ കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി നിന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്നും, നിന്നെ ഓർക്കുന്നതിൽ നിന്നും, ഖുർആൻ ഒരു പേജെങ്കിലും ഓതുന്നതിൽ നിന്ന് പോലും എന്നെ മാറ്റി നിർത്തിയത് ഈ മക്കൾക്ക് വേണ്ടിയായിരുന്നു. മക്കളോ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ്. ഇസ്ലാമിക ഡ്രസ്സ് സ്വീകരിക്കാൻ താല്പര്യമില്ല, പള്ളിയുമായി ബന്ധമില്ല. മക്കള് നാളെ വാപ്പാക്കെതിരെ പരലോകത്ത് തിരിയും. ഈ മക്കള് പറയും, പടച്ചവനെ, ഞങ്ങളെ വഴിപഠിപ്പിച്ചതിൽ ഈ ഉപ്പക്കും ഈ ഉമ്മക്കും റോളുണ്ട്, ഞങ്ങൾക്ക് തന്നാൽ കാലിനടിയിലിട്ട് അവരെ ചവിട്ടാമെന്ന്. അപ്പൊ എന്തായിരിക്കും അവസ്ഥ? ഖസിറ ദുനിയ വൽ ആഖിറ. ദുനിയാവും പോയി പരലോകം പോയി എന്ന ടീമിലായിരിക്കും നമ്മള്. ഇവിടെ കഷ്ടപ്പെട്ടു, ധാരാളം ഓടി. ഈ മലപ്പുറം ജില്ലയിലെ 4 മക്കളുടെ ഒരു വാപ്പ, ഇവൻ വാപ്പ ഗൾഫിൽ നിന്ന് തിരിച്ചു വന്ന് ഇനി പോകുന്നില്ലായിരുന്നേ, നേരത്തെ പറഞ്ഞതിന് മറ്റൊരു രൂപം. അപ്പൊ മൂത്ത മോൻ അങ്ങാടി ഇരുന്നിട്ട് പറയാ കേട്ടോ കൂട്ടുകാരോട്, ഈ കൂട്ടുകാരിൽ മനസ്സലിവുള്ള ഒരാള് പുറത്തു പറഞ്ഞതാ, എന്ത്, ഇവന്റെ വാപ്പ ഗൾഫ് നിർത്തി. കാരണം ഇവന്റെ കയ്യിലേക്കാ പൈസക്ക് വരല്, ഇവരാ മൂത്ത ആള്, ആ എല്ലാ ഇടപാടുകളും ഓനാ നടത്തല്. വാപ്പ ഗൾഫ് നിർത്തി. അപ്പൊ ഇവൻ കൂട്ടുകാരോട് പറയാ, ഇനി ഒരു സുഖല്ലടാ, തന്തപ്പൊടി ഇനി പോടില്ല. വാപ്പ ഇങ്ങനെ വരികയാണേ വലിയിരിക്കണ സ്ഥലത്തേക്ക്. അപ്പൊ പറയാ, വാപ്പ വരുന്നുണ്ട്, തന്തപ്പൊടിയാണെങ്കിൽ ഇനി നാട്ടിൽ നിന്ന് പോടില്ല. സ്വന്തം വാപ്പാനെ വാപ്പ എന്ന് പരിചയപ്പെടുത്താൻ പോലും വർഷങ്ങളോളം ഗൾഫിലെ മരുഭൂമിയിൽ പണിയെടുത്ത, ഈ മക്കൾക്ക് വേണ്ടി രാത്രിയിലെ ഉറക്കം പോലും മാറ്റിവെച്ച ആ വാപ്പയെ എന്റെ വാപ്പ എന്ന് വിളിക്കാൻ, കൂട്ടുകാർക്ക് മുമ്പിൽ പറയാൻ പോലും താല്പര്യമില്ലാതെ ഈ പദപ്രയോഗം നടത്തുന്ന മക്കളെ എന്താവശ്യം നമുക്ക്? ശരി, അതുകൊണ്ട് ലോകത്തിന്റെ രക്ഷിതാവിനെ നമ്മൾ മറക്കരുത്. അവൻ ആരാ? നമുക്ക് ഉപജീവനം നൽകുന്നവനാണ്. കാഴ്ച ശക്തിയും കേൾവി ശക്തിയും കീഴ്പ്പെടുത്തി തന്നവൻ ആരാണ്? മരിച്ചതിൽ നിന്ന് ജീവൻ നൽകുന്നത് ആരാണ്? ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നവൻ ആരാണ്? എന്റെ ഉത്തരക്ക് എന്താ? ആരാ അച്ഛനെ മരിപ്പിച്ചതെന്ന് ഹൈന്ദവനോട് ചോദിക്ക്, എന്താ പറയാ? അതിന്റെ പിന്നിൽ ശക്തി ഉണ്ട്, ആ ശക്തിക്കാണ് അള്ളാഹ് എന്ന് പറയാ. ആരാ അമ്മയെ തിരിച്ചു വിളിച്ചത്? അതിന്റെ പിന്നിൽ ഒരു മഹാശക്തിയുണ്ട്, ആ ശക്തിക്കാണ് അള്ളാഹ് എന്ന് പറയാ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് നമ്മളെ ജീവനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവന്നത് ആരാണ് സുഹൃത്തുക്കളെ? ഇപ്പൊ എന്റെ പ്രായം എത്രയാണോ? 45 വയസ്സാ, 50 വയസ്സാ. ആ 45 കൊല്ലം മുമ്പ് ഞാൻ ആരാ? ആരുമില്ല, ചിത്രത്തിലേ ഇല്ല. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ വരുമ്പോ നമുക്കൊരു പറയാൻ, ഇത്ര വർഷം മുമ്പ് ഞാൻ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വളർന്നു. അതിനു മുമ്പോ ചിത്രത്തിലേ ഇല്ല. യഖ്ലുഖുകും ഫീ ബുതൂനി ഉമ്മഹാതികും ഖൽഖം മിൻ ബഅദി ഖൽഖ് ഫീ ളുലുമാത്തിൻ സലാസ്. 3 ഇരുട്ടറക്കുള്ളിൽ ഘട്ടങ്ങൾ. ആ ഘട്ടമാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. കുട്ടിയായിട്ട് ഇങ്ങനെ വരുന്നത്. വേറെ ചില രംഗങ്ങളൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാം, ഗർഭപാത്രത്തിന്റെ ഭിത്തിക്കൊക്കെ ഇങ്ങനെ ഓട്ട ഉണ്ടാക്കുന്നത് വരെ. ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ സുബ്ഹാനല്ലാഹ് 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനമെടുത്ത് അറേബ്യൻ സമൂഹത്തിന്റെ മുമ്പിൽ ഓതിക്കൊടുക്കുകയാണ്. നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഓരോ ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നുത്ഫത്ത് എന്ന ഘട്ടം, അലഖത്ത് എന്ന ഘട്ടം, മുളഖത്ത് എന്ന ഘട്ടം, എല്ലുകളെ മാംസം കൊണ്ട് പൊതിയുന്ന ഘട്ടം, കുട്ടിയുടെ പൂർണ്ണരൂപമാകുന്ന ഘട്ടം, ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വരാനായിരിക്കുന്ന ഘട്ടം, ഘട്ടങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളർത്തിക്കൊണ്ടുവന്ന 3 ഇരുട്ടറക്കുള്ളിൽ വളർത്തിക്കൊണ്ടുവന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ്, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് എന്ന് ഖുർആൻ പറയുന്ന പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളണം. അപ്പോൾ ആ റബ്ബിനെ തിരിച്ചറിയാം. ഇനിയോ അതേ ആയത്തിൽ അല്ലാഹ് മറ്റൊന്ന് ചോദിക്കുക, വമൻ യുദബ്ബിറുൽ അംറ. ഇപ്പൊ വലിയ ചർച്ചയായ വിഷയ. 1400 വർഷം മുമ്പ്
ഖുർആനിലെ മനുഷ്യരോട് അള്ളാന്റെ പ്രവാചകൻ ചോദിക്കുക, നബിമാര് ചോദിക്കുക, വമൻ യുദബ്ബിറുൽ അംറ. നേരത്തെ ചോദിച്ചെന്താണ്? ആരാ നിങ്ങൾക്ക് ഉപജീവനം തരുന്നത്? ആരാ കേൾവി തന്നത്? ആരാ കാഴ്ച തന്നത്? ആരാ ജീവനില്ലാത്തതിൽ നിന്ന് ജീവൻ നൽകിയത്? ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോയത്? വമൻ യുദബ്ബിറുൽ അംറ. ആരാ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്? ഇന്ന് മുസ്ലിങ്ങൾ വരെ പറയാണ് കാര്യങ്ങളെ നിയന്ത്രിക്കുന്ന ആരാന്ന് ചോദിച്ചാൽ CM ആണ്. നഊദു ബില്ലാഹ്. അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ, സത്യം മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുക്കുമാറാകട്ടെ. ആരാ കാര്യം നിയന്ത്രിക്കുന്നത്? എന്താ പറയുന്ന അറിയോ? ഖബറിൽ ഇങ്ങനെ കിടക്കുകയാണ് CM എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ പിന്നെ കേക്കാണ് അതിന്റെ ഇനീഷ്യല്. വീട്ടുപേരിന്റെ ഒരു ചുരുക്കം പറയല. CM എന്ന് പറഞ്ഞാൽ ചിത്തടി മീത്തൽന മൂപ്പരെ വീട്ടുപേര്. അതിന്റെ ചുരുക്കപ്പേരാ CM. അപ്പൊ ചിത്തടി മീത്തൽ അബൂബക്കർ, CM അബൂബക്കർ, CM വലിയുള്ള എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ആള് പാവ മനുഷ്യനാണ്. നമ്മൾ അയാളെ പറ്റി ഒന്നും പറയണ്ട. നല്ലൊരു മനുഷ്യനായി കുറച്ചൊക്കെ പഠിച്ച് വന്ന് നല്ലൊരു മനുഷ്യനായിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് മാനസിക അസ്വസ്ഥത സംഭവിച്ച ആളാണ്. ചിലപ്പോൾ അയാൾ പരലോകത്തെ രക്ഷപ്പെടും. കാരണം മാനസിക അസ്വസ്ഥത ഉള്ളവർക്ക് അള്ളാന്റെ കോടതിയിൽ കുറ്റം ഉണ്ടാവില്ലല്ലോ. മാനസിക പ്രശ്നമുള്ള ആളാണ് CM. കാരണം സ്വർണത്തിന്റെ ചെയിനിടും. മുസ്ലിങ്ങൾ സ്വർണത്തിന്റെ ചെയിനിടുമോ? റമദാൻ മാസത്തിൽ പകൽ സമയത്ത് നോമ്പിന്റെ നേരത്ത് ചായ കുടിക്കും, ബീഡി വലിക്കും, കാണാൻ വന്നവരെ കൊണ്ട് വലിപ്പിക്കും. അപ്പൊ നോർമൽ ഒരു അവസ്ഥ ഉള്ള ഒരു ഉസ്താദ് ചെയ്യോ? ആരെങ്കിലും നോമ്പ് എടുക്കാത്ത ആളുകളോട് നോമ്പ് എടുക്കാനല്ല പഠിപ്പിക്കുക. ഇത് CM സിഗരറ്റ് വലിക്കും, അല്ലെങ്കിൽ ബീഡി വലിക്കും, കാണാൻ വരുന്നവരെ കൊണ്ടുവന്ന് വലിച്ചു നോക്കാൻ വലിപ്പിക്കും. മൂപ്പര് നോമ്പ് മുറിക്കും, കാണാൻ വരുന്നവരെ കൊണ്ട് മുറിപ്പിക്കും. പാവ മനുഷ്യനാണ്, സുഖമില്ലാത്ത ആളാ. ഹോട്ടലിൽ കയറിയിട്ട് പൈസ കൊടുക്കാതെ പോയി ഒരു തുണി പിടിച്ചു വെക്കണേ. ഇതൊക്കെയാണ് CMന്റെ ചിത്രത്. ഞാൻ പറഞ്ഞ മുജാഹിദ് പറഞ്ഞ കഥയല്ല. പിന്നെ CMനെ അള്ളാന്റെ വലിയാണെന്നും CM ആണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ എഴുതിയ പുസ്തകത്തിലുള്ളതാ. അപ്പൊ അതൊന്നും തെളിയിക്കുന്ന ഒരു വേദി അല്ലപ്പത്. ഇത് ഞാൻ ആരെങ്കിലും ഈ സംസാരത്തിന്റെ ഇടയിൽ ഇത് പറഞ്ഞതുകൊണ്ട് ഇതിനെ നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും സംസാരിച്ചാൽ അതെന്നെ ഒരു വിഷയമാക്കി നമുക്ക് സംസാരിക്കാം ഇൻഷാ അല്ലാഹ്. ഇതിപ്പോ ആ അർത്ഥത്തിലുള്ള സംസാരമല്ല. അപ്പോ മുസ്ലിങ്ങൾ തന്നെ പറയാ, ഒരു പണ്ഡിതന്റെ പ്രസംഗത്തിൽ പറയുന്നത് ഖബറിൽ ഇങ്ങനെ മലന്ന് കിടക്കുകയാണ് CM. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കാട്ടോ, എല്ലാം കാണുകയാണ്. ആകാശത്തിൽ ഇങ്ങനെ പറക്കുന്ന വിമാനങ്ങളെ കൂട്ടിമുട്ടാതെ നിയന്ത്രിക്കുകയാണ്. ട്രെയിനുകളൊക്കെ പോണത് CM ഇങ്ങനെ കാണുക. ആ ട്രെയിനുകളൊക്കെ CM ഇങ്ങനെ നിയന്ത്രിക്കുക. എല്ലാം കാണുകയാണ്. ഉസ്താദ് പറയാ, എല്ലാം കാണുക ഖബറിൽ മലന്ന് കടന്നിട്ട്. നമ്മളൊരു സ്ഥലത്ത് ക്ലിപ്പിട്ടിട്ട് ചോദിച്ചു, എന്നാ പിന്നെ എല്ലാം കാണുന്നുണ്ട്, എല്ലാം നിയന്ത്രിക്കുന്നുണ്ട്, എന്നാ പിന്നെ ആ 3 4 കൊരടീസോ ആ മൂടുകല്ലോ എടുത്തിട്ട് മൂപ്പർക്കിട്ട് പോന്നൂടെ? പ്രയാസപ്പെട്ടിട്ട് ആ ഖബർ തന്നെ ഇങ്ങനെ കടന്ന് എല്ലാം കണ്ട് ഇടങ്ങേറായിട്ട് കിടക്കേണ്ട ആവശ്യമില്ലല്ലോ. മൂപ്പർ ഇടയ്ക്കിടയ്ക്ക് പണ്ട് കുളിച്ചിരുന്ന കുളത്തിൽ വന്ന് കുളിക്കും എന്ന് വരെ പ്രസംഗിക്കുന്ന പണ്ഡിതന്മാര് ഇപ്പോഴും വരലുണ്ട് കുളിക്കാന്. ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഒരിക്കലും ഉമ്മാനോട് CM പറഞ്ഞത്രേ, ഉമ്മ നിങ്ങൾ എന്റെ കൂടെ കഞ്ഞി കുടിക്കാതിരിക്കുന്നുണ്ടോ? ഉമ്മ പറഞ്ഞു ഇല്ല. എന്നാ പിന്നെ എന്റെ ഒപ്പം ഒരാളുണ്ട്. എന്നാ അയാള് കഞ്ഞി വിളമ്പി CM കുടിച്ചു. CMന്റെ അടുത്ത് ഒരാൾ ഇരിക്കുന്നുണ്ട്. കഞ്ഞി കുടിച്ചോ ഇല്ലേ എനിക്ക് ഓർമ്മയില്ല ക്ലിപ്പില്. ഇനി അതിലില്ലെങ്കിൽ പിന്നെ പ്രശ്നമുണ്ട. ഏതായാലും CM കുടിക്കണ്, ഒരാളൊപ്പം ഇരിക്കണ്. അയാൾക്കും കഞ്ഞി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കണത്. പുറത്ത് പുള്ളത്തുണ്ട്, അങ്ങനല്ലേ പറയാ അവിടെ നമ്മുടെ നാട്ടിലൊക്കെ. പണ്ട് വീടിന്റെ പുറത്ത് കെട്ടണത്തുണ്ട്. ആ തിണ്ടും ഒരാൾ ഇരിക്കുന്നുണ്ട്. ഇവര് പോയി കഴിഞ്ഞ ശേഷം CM ചോദിച്ചു ഉമ്മാനോട്, ഉമ്മ നിന്റെ കൂടെ കഞ്ഞുടിക്കായിരുന്ന ആളങ്ങൾക്ക് മനസ്സിലാക്കണോ? ഇല്ലടാ, നിന്റെ അടുത്ത് എത്രയോ ആൾക്കാർ വരലുണ്ട് എന്ന് ഉമ്മ പറഞ്ഞു. അപ്പൊ CM പറയാണ്, നിന്റെ അടുത്ത് കഞ്ഞുടിക്കായിരുന്നത് ഖിളിർ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. പുള്ളത്തിണ്ടും വരുന്നത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. മൂപ്പര ഉള്ളിക്കന്നെ കേട്ടില്ല, ഒരു പുള്ളത്തിണ്ടുമല്ല. ആര്? ജിബ്രീല്. അപ്പൊ എന്തിനാ ഈ കഥ പണ്ഡിതന്മാര് ഈ 2022 23 എന്തിനാ പറയണത്? അത്ര വലിയ സംഭവമായിരുന്നു. ജിബ്രീലൊക്കെ വന്ന് പുറത്ത് പുള്ളത്തിണ്ടുമ്പോ കാത്തുത്തിരിക്കലാണ്. ആരെ? CMനെ എന്ന് പാവപ്പെട്ട ഇത് കേൾക്കുമ്പോ പടച്ചോനെ എന്താണ് നമ്മൾ ഈ പണ്ഡിതന്മാര് പറയുന്നത് എന്നല്ല സമൂഹം ചിന്തിക്കണത്. പിന്നെ CMന്റെ വീടിന്റെ തിണ്ടത്തിരിക്കുകയാണ് ജിബ്രീൽ എന്ന് പറയുമ്പോ അല്ലാഹു അക്ബർ, അത്ര വലിയ മഹാനായിരുന്നു ജിബ്രീൽ. CM എന്ന് വരുത്തി തീർക്കാനുള്ള സംസാര. അള്ളാഹു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ആരെയും കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ അല്ലത് പറഞ്ഞത്. എനിക്ക് എന്റെ ആവശ്യമില്ല. എന്തിനത് പറഞ്ഞത്? ഇതാ ഈ ആയത്തിൽ എന്തു പറഞ്ഞു അല്ലാഹ്? ആരാണ് നിങ്ങളെ ജീവിപ്പിച്ചത്? ആരാ നിങ്ങളെ മരിപ്പിക്കുന്നത്?
ആരാ നിങ്ങൾക്ക് ഉപജീവനം തരുന്നത്? ആരാണ് നിങ്ങൾക്ക് കേൾവി ശക്തിയും കാഴ്ച ശക്തിയും ഉടമപ്പെടുത്തി തന്നത്? വമൻ യുദബ്ബിറുൽ അംറ, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്? അന്നത്തെ മനുഷ്യര് നബിയോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഫസയഖൂലൂന അല്ലാഹ്, അല്ലാഹുവാണ് തീർച്ച. ആർക്കും സംശയമില്ല, സ്വഹാബത്തിന് സംശയമില്ല, താബീങ്ങൾക്ക് സംശയമില്ല. ലോകത്ത് കഴിഞ്ഞു പോയ ഒരാൾക്ക് ലോകത്തെ നിയന്ത്രിക്കുന്നത് ആരാ എന്ന് ചോദിച്ച സംശയമില്ല. എന്നിട്ട് അല്ലാഹു തആല ആ ആയത്തിന്റെ തുടർച്ചയായി കുറച്ചപ്പുറത്ത് പറയുന്നത് എന്തറിയോ? ഫദാലികുമുല്ലാഹു റബ്ബുക്കും, ഫദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഫദാലികുമുല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, അവനാണ് നിങ്ങളുടെ റബ്ബ്. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലൽ ളലാൽ, ഈ ഹക്കിന് ശേഷമുള്ളത് വഴികേടല്ലാതെ മറ്റെന്താണ്? എന്നിട്ട് അല്ലാഹ് ആയത്ത് അവസാനിപ്പിക്കുന്നത് എങ്ങനെ അറിയോ? ഫഅന്നാ തുസ്റഫൂൻ, എന്നിട്ടും എന്താണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്? എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങളെ, ഇതൊക്കെ ഖുർആൻ പറഞ്ഞിട്ടും മനുഷ്യകുലമേ, എന്നിട്ടും എന്താണ് തെറ്റിപ്പോകുന്നത്? എന്നെ കേൾക്കുന്ന ഹൈന്ദവരെ, ഈ ഒരു പ്രപഞ്ചനാഥനെ കുറിച്ച് പഠിക്കാൻ എന്താണ് ഞാനും നിങ്ങളും ശ്രമിച്ചു നോക്കാത്തത്? എനിക്ക് ജീവൻ നൽകിയ, എനിക്ക് ഉപജീവനം തരുന്ന, എന്റെ ഹൃദയത്തിന്റെ തുടിപ്പും മിടിപ്പും കൺട്രോൾ ചെയ്യുന്ന, എന്റെ കണ്ണിനെ ലോകത്തൊരാൾക്കും കൊടുക്കാത്ത, എന്റെ കണ്ണിനെ വേറിട്ടു നിർത്തിയ, എന്റെ വിരലടയാളം ലോകത്തൊരാൾക്കും നൽകാതെ എന്റെ വിരലടയാളം വേറിട്ടു നിർത്തിയ, എന്റെ ഉമിനീര് ലോകത്തൊരാൾക്കും കൊടുക്കാതെ എന്റെ ഉമിനീർ എനിക്ക് മാത്രമാക്കി തന്ന, എന്റെ മുടി പോലും ലോകത്തൊരാൾക്ക് കൊടുക്കാതെ എന്റേതാക്കി പ്രത്യേകമാക്കി നിർത്തിയ, എന്റെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും ആശ്ചര്യഭരിതമായ നിലക്ക്, അത്ഭുതകരമായ നിലക്ക് നിർത്തിയ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് മടങ്ങുമെന്ന് കേട്ടിട്ട് എന്താണ് മനുഷ്യരെ നിങ്ങൾ ഈ ലോകത്തിന്റെ സ്രഷ്ടാവായ റബ്ബിനെ കുറിച്ച് ഒന്നാലോചിക്കാത്തത്? ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെ എന്തുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാത്തത്? മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട് എന്നതിലേക്ക് നിങ്ങൾ എന്തുകൊണ്ടാണ് എത്താത്തത്? ഈ ജീവിതം ഇങ്ങനെ നശ്വരമായ നൈമിഷികമായ ഈ ജീവിതം ഇവിടെ വെച്ച് അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും മിഥ്യാധാരണയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആര് കൊടുക്കും? ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ പോക്കറ്റടിക്കാരന് ശിക്ഷ ആര് കൊടുക്കും? ഒരു ബോംബെറിഞ്ഞ് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നു തീർത്തവന് ആര് കൊടുക്കും ശിക്ഷ? ഹിരോഷിമയിലും നാഗസാക്കിയിലും ലോകമഹായുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ആറ്റം ബോംബുകൾ വർഷിപ്പിച്ചവർ മരിച്ചു പോയില്ലേ? ഇല്ലേ? 10,000-കണക്കിന് മനുഷ്യർ ലോകത്തുനിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയില്ലേ? ഉണ്ട് സുഹൃത്തുക്കളെ. ഇന്നും ജനിക്കുന്ന മക്കൾക്ക് കൈയും കാലും നഷ്ടപ്പെട്ടവരായി, അംഗവൈകല്യം സംഭവിച്ചവരായി, മെന്റലി റിട്ടാർഡ് സംഭവിച്ചവരായി, ഓട്ടിസം ബാധിച്ചവരായി, അതേ ലോകത്ത് ഇന്ന് ഭിന്നശേഷിക്കാരെന്നറിയപ്പെടുന്ന വിധത്തിലേക്ക് ഹിരോഷിമയുടെ നാഗസാക്കിയുടെ മണ്ണിൽ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് കാരണക്കാരായി മാറിയ, ലോകമഹായുദ്ധത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആറ്റം ബോംബുകൾ മനുഷ്യർക്ക് തലക്ക് മേലെ എറിഞ്ഞവർക്ക് ആര് കൊടുത്തു ശിക്ഷ? ഉത്തരം വേണ്ടേ? ഉത്തരം വേണ്ടേ സുഹൃത്തുക്കളെ? നിങ്ങളെ കുട്ടിയെ സംഭവിക്കാതിരിക്കട്ടെ, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. 3 വയസ്സുള്ള കുട്ടിയെ കേരളക്കരയിൽ കൊന്നിട്ടുണ്ട്, ബലാത്സംഗം ചെയ്തിട്ട്. 3, 4. ചാന്ദിനി 6 വയസ്സായിരുന്നു. മിനിഞ്ഞാന്നൊരു കുട്ടിയെ കാണാതായിട്ടില്ലേ? ഇല്ലായിരുന്നോ? മിനിഞ്ഞാന്നൊരു കുട്ടിയെ കാണാതായിട്ട് കേരളക്കര മുഴുവൻ പ്രാർത്ഥനയിലായിരുന്നു. കിട്ടി. 21 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പ് ആ കുട്ടിയെ ഒരു വിശാലമായ മൈതാനത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോയി. പ്രതിയെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുവരെ കിട്ടിയിട്ടില്ല, രക്ഷ അറിയില്ല, ഒന്നും അറിയില്ല. പോലീസ് ശക്തമായി ഇടപെട്ടിട്ടുണ്ട്, തർക്കല്ല. 4 വഴികളും അടച്ചിട്ടുണ്ട്, തർക്കല്ല. അതുകൊണ്ട് ഒരുപക്ഷെ കുട്ടിയുമായി രക്ഷപ്പെടാൻ കഴിയില്ല എന്ന സമ്മർദ്ദത്തിലാകാം എന്ന് മാധ്യമങ്ങൾ വിലയിരുത്തുന്നു. സംഭവിക്കാം, അങ്ങനെയാവാം. നമ്മൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മൾ പ്രത്യേകം ആ നടപടിയെ, പിന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നടപടിയെ കുറിച്ച് വിലയിരുത്താനൊന്നുമില്ല. അവർ പരിശ്രമിച്ചിട്ടുണ്ട്, ഇനിയും പരിശ്രമത്തിലൂടെ പ്രതികളെ കണ്ടെത്തട്ടെ. പക്ഷെ ഞാൻ പറയുന്നത്, ആ കുട്ടിയെ തിരിച്ചു കിട്ടിയ അമ്മക്ക്, അച്ഛന്, അവിടുത്തെ ആ കുട്ടിയുടെ ഗ്രാൻഡ് മദറിന്, ഗ്രാൻഡ് ഫാദറിന്, വല്യമ്മക്ക്, വല്യച്ഛന്, അവിടെയൊക്കെ കണ്ണു നിറയെ സംസാരിക്കാൻ പോലും ആവാത്ത വിധം അവർ സന്തോഷം കൊണ്ട് വിങ്ങിപ്പൊട്ടുന്നത് നമ്മളൊക്കെ കണ്ടു. സന്തോഷമാണ്, നമുക്കും സന്തോഷമായി. ആ കുട്ടിക്കൊരു അപകടവും സംഭവിക്കാതെ തിരിച്ചു കിട്ടിയതിൽ സന്തോഷിക്കുന്നു നമ്മൾ, ആനന്ദിക്കുന്നു നമ്മൾ.
ഒരു കുട്ടിക്കും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പക്ഷേ കണ്ണുചോരയില്ലാത്ത ജൂതലോബികൾ ഫലസ്തീനിന്റെ മണ്ണിൽ 10,000-ലധികം മനുഷ്യരെ കൊന്നു തീർത്തപ്പോ അതിൽ 6,500 കുട്ടികളായിരുന്നു. എന്നിട്ട് ഫേസ്ബുക്കിൽ കയറി, യൂട്യൂബിൽ കയറി, സോഷ്യൽ മീഡിയയിൽ കയറി ഫലസ്തീൻ ഐക്യദാർഢ്യ റാലി നടത്തിയപ്പോ കേരളത്തിലെ ചില മനുഷ്യർ ചോദിക്കുക, ഫലസ്തീനിലെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ചത്തുവിടുന്നത് കണ്ടിട്ട് നിങ്ങൾക്കെന്താ ടെൻഷൻ? നിങ്ങൾ അമ്മോച്ചനുണ്ടോ ഫലസ്തീനിൽ എന്ന് ചോദിച്ചവർ കേരളക്കരയിലുണ്ട്. കയറി നോക്ക്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ കയറി നോക്ക്. ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ അത്ര സങ്കടം? നിങ്ങൾ അമ്മോച്ചുണ്ടോ? അയാൾ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറഞ്ഞതാ. അമ്മോച്ചെന്നാണോ അമ്മോശെന്നാണോ അയാൾ പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അമ്മോച്ചനുണ്ടോ ഫലസ്തീനിൽ? ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യമാണ്. പാവമായ പിഞ്ചു മക്കൾ, 2 വയസ്സ്, 1 വയസ്സ്, 6 മാസം മുല കുടിക്കുന്ന പ്രായമുള്ള കുട്ടികൾ, ഉമ്മയുടെ നെഞ്ചിലേക്ക് ചേർന്ന് കിടക്കുന്ന കുഞ്ഞു മക്കൾ, അല്ലേ? മറ്റൊന്നും പറയാൻ അറിയാത്ത, കമയിന്ന് കിടക്കാൻ അറിയുന്ന, മലന്ന് കിടക്കാൻ മാത്രം അറിയുന്ന, പതുക്കെ എഴുന്നേറ്റിരിക്കാൻ ശ്രമിക്കുന്ന, നടത്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന പിഞ്ചോമന മക്കൾക്ക് മീതെ വെടിയുതിർത്തും ബോംബെറിഞ്ഞും ഫലസ്തീനിലെ 6,000-7,000-ലധികം മക്കളെ കൊന്നു തീർത്തപ്പോ ഒരൊറ്റ മനുഷ്യന്റെ മനസ്സും വേദനിച്ചിട്ടില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷെ മനസ്സ് വേദനിക്കാത്തവർ ഒരുപാടുണ്ട്. മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായി മനുഷ്യർ മാറുന്നു. ഖുർആനിലൊരു പ്രയോഗമുണ്ട്, ചില മനുഷ്യർ ലഹും ഖുലൂബുൻ, അവർക്ക് കൽബുണ്ട്, ലാ യഫ്ഖഹൂന ബിഹാ, ചിന്തിക്കേണ്ടത് ചിന്തിക്കൂല. വലഹും ആദാനുൻ, അവർക്ക് ചെവികളുണ്ട്, ലാ യസ്മഊന ബിഹാ, കേൾക്കേണ്ടത് കേൾക്കുകയില്ല. വലഹും അഅ്യുനുൻ, അവർക്ക് കണ്ണുകളുണ്ട്, ലാ യുബ്സിറൂന ബിഹാ, കാണേണ്ടത് കാണുകയില്ല. ഉലൈക കൽ അൻആം, അവർ നാക്കാലികളെ പോലെയാണ്. ബൽ ഹും അളൽ, നാക്കാലി എന്നൊക്കെ വിളിച്ചാൽ നാക്കാലിയാക്ക് മോശമായിരിക്കും, അതിനേക്കാളും മോശമാണ് ഖുർആൻ പറഞ്ഞതാ. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ട്. ഒരു സ്ത്രീ ചാനലിൽ വന്നിട്ട് പറഞ്ഞ എന്താ അറിയോ? ഫലസ്തീനിലെ ഒരൊറ്റ കുട്ടിയെ പോലും ബാക്കി വെക്കാതെ തീർക്കണം. മനസ്സിലായില്ലേ? അപ്പൊ മനസ്സെത്ര മരവിച്ചിട്ടുണ്ട്, എത്രമാത്രം വിഷാണ് ഉള്ളിൽ കയറി നിൽക്കുന്നത്. ഒരൊറ്റ കുട്ടിയെയും വിടാൻ പാടില്ല. കുല്ലു വലദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ് മക്കളൊക്കെ ജനിച്ചു വിടുന്നത്. ഹൈന്ദവന്റെ കുട്ടിയും ക്രൈസ്തവന്റെ കുട്ടിയും നിരീശ്വരവാദിയുടെ കുട്ടിയും ഒക്കെ ചെറുപ്പത്തിൽ മരിച്ചാൽ അവരൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണെന്നാ വിശ്വസിക്കുന്നവരാ മുസ്ലിങ്ങള്. കാരണം അവർക്ക് പക്വത എത്തിയിട്ടില്ല, പ്രായപൂർത്തി എത്തിയിട്ടില്ല. അവർ ശുദ്ധ പ്രകൃതിയിലാണ്, ഫിത്രത്തിലാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മനുഷ്യത്വം എന്നത് നമ്മുടെ കൂടെ ഉണ്ടാകണം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ കേട്ടിട്ട് എന്തുകൊണ്ട് ഈ മതത്തെ, അള്ളാഹുവിനെ, ഈ പ്രപഞ്ചനാഥനെ ഒന്ന് പഠിക്കാൻ തയ്യാറായിക്കൂടെ എന്നുള്ള ചോദ്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചോദിച്ചത്. ഈ മരണത്തോടുകൂടി തീരില്ല സുഹൃത്തുക്കളെ, ജീവിതം തുടങ്ങുകയാണ്. ഈ നാട്ടിലെ തിരുവാലിയിലെ ഹൈന്ദവർ, ഇതൊക്കെ എന്റെ നാടിന്റെ എടക്കര തിരുവാലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്യുന്ന ദൂരമുള്ളൂ. അടുത്ത എടക്കരയും തിരുവാലിയൊക്കെ നമ്മളൊക്കെ നാടിന്റെ സംസ്കാരമൊക്കെ ഏകദേശം ഒന്നായിരിക്കും. നമ്മളൊക്കെ ഈ മലപ്പുറം ജില്ലയുടെ ഈ ഭാഗത്തുള്ള ആളുകളാണ്. നാളെ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന പരലോകമുണ്ടല്ലോ, മരണാനന്തര ജീവിതം ഉണ്ടല്ലോ. ഒരൊറ്റ മനുഷ്യനും ഒരു കാരക്കുരുവിന്റെ മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കാത്ത പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബിന്റെ നീതിപൂർവമായ കോടതി. ആ കോടതിയാണ് ഖുർആൻ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന കോടതി. അവിടെ തെറ്റു ചെയ്യാത്തവനെ തെറ്റു ചെയ്തവനാക്കി ചിത്രീകരിക്കുകയില്ല, ചെയ്തവനെ നിരപരാധിയായി വിടുകയില്ല. ഞാൻ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു വേറൊരാൾ ഏറ്റെടുക്കാൻ വരികയില്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറുകയില്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ പേറൂല. ഇവിടെ ചിലപ്പോ അപകടം സംഭവിച്ചു, ലൈസൻസ് ഇല്ല, വേഗം ചിലപ്പോ ലൈസൻസ് ഉള്ള ആള് ഞാനാ ഓടിച്ചത് എന്ന് പറഞ്ഞോളാൻ ചെറുത് പറഞ്ഞതാ. കൊലപാതകം അടക്കം അല്ലേ ഒക്കെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പരലോകത്തൊരു കാരക്കുരുവിന്റെ മുകളിൽ നേർത്ത ഒരു പാടയുണ്ട്, കിതുമീർ, അതുപോലും ഇല്ല. അനീതി കാണിക്കാത്ത നീതിപൂർവമായ കോടതി. അച്ഛൻ ചെയ്തത് അച്ഛന്, അമ്മ ചെയ്തത് അമ്മക്ക്, മക്കൾ ചെയ്തത് മക്കൾക്ക്, ആ മക്കളുടെ ദുആ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്നത് ഇതൊക്കെയാണ്
പരലോകം. ഒരു മനുഷ്യനെയും ഇല്ല. അവൻ അറിയാത്ത ഒരു തിന്മക്ക്, അവൻ ചെയ്യാത്ത ഒരു കുറ്റത്തിന്, അവൻ ചെയ്യാത്ത ഒരു പാപത്തിന് ശിക്ഷിക്കുന്ന കോടതിയെ അല്ല അള്ളാഹുവിന്റെ മതം പരിചയപ്പെടുത്തുന്ന ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്ന് പറയുന്ന റബ്ബിന്റെ മതം പരിചയപ്പെടുത്തുന്ന പരലോകം ഒരിക്കലും ഇല്ല. അവൻ തന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും പാലിക്കാതെ പോവുകയുമില്ല. ലാ യുഖ്ലിഫുല്ലാഹുൽ മിആദ്. വാഗ്ദാനം ഒരിക്കലും റബ്ബ് ലംഘിക്കൂല. അങ്ങനത്തെ പരലോകം അത് വേണം. ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഈ ബോംബെറിഞ്ഞവൻ ആരാ കൊടുക്ക ശിക്ഷ? 3 വയസ്സ് 4 വയസ്സ്, അതിനാ ഞാൻ ചാന്ദിനി പറഞ്ഞത്. അതിനാ ഞാൻ 3 വയസ്സ് പറഞ്ഞത്. ആ കുട്ടിക്ക് അറിയോ ലൈംഗികതയെ കുറിച്ച്? അറിയോ? ഒരു 4 5 വയസ്സുള്ള കുട്ടീനെ ബിൽഡിങ്ങിന്റെ പിറകിലേക്ക് കൊണ്ടുപോയിട്ട് ക്രൂരമായി ബലാത്സംഗം. ആ രംഗം ആലോചിച്ച് നോക്ക് നിങ്ങൾ. ആ കുട്ടിക്ക് എന്താണ് ഈ സംഭവം എന്ന് പോലും അറിയില്ല. പുരുഷൻ എന്താ, സ്ത്രീ എന്താ, ലൈംഗികത എന്താ, ലൈംഗിക അവയവം എന്താ, ഒന്നും തിരിച്ചറിയാനായിട്ടില്ലാത്ത, സ്ത്രീത്വമറിയാത്ത, സ്ത്രൈണഭാവമറിയാത്ത, ലൈംഗിക അവയവങ്ങളെ കുറിച്ച് അറിവില്ലാത്ത 3 4 വയസ്സുള്ള പിഞ്ചോമന പൈതലിന്റെ ആന്തരിക അവയവം വരെ പൊട്ടിപ്പോകുമാർ ക്രൂരമായി മയക്കുമരുന്നടിച്ച് ബലാത്സംഗം ചെയ്ത് കുട്ടിയെ കൊന്നു തീർത്തവന്, 4 3 കുട്ടികളെ ഈ ചതിയിൽപ്പെടുത്തിയവന് ഇവിടുത്തെ കോടതി ഒരു രക്ഷയുമില്ല. അവൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞു. ഒരിക്കലും അവന് ശിക്ഷ കുറച്ചു കൊടുക്കാനും പറ്റുകയില്ല. ഏറി വന്നാൽ അവന്റെ കഴുത്തിൽ തൂക്ക് കയറിട്ട് അവനെ മരിക്കുന്നത് വരെ തൂക്കിക്കൊല്ലാം. എന്നാൽ 4 കുടുംബത്തിലെ 3 4 വയസ്സുള്ള കുട്ടികളെ നിഷ്ഠൂരമായി ബലാത്സംഗം ചെയ്തു കൊന്നവനുള്ള നീതിപൂർവമായ അനീതി ഒരിക്കലുമില്ല എന്ന് പറയാവുന്ന നീതിപൂർവമായ ശിക്ഷയായോ എന്നെ കേൾക്കുന്ന തിരുവാലിയിലെ മുസ്ലിങ്ങളെ, അമുസ്ലിങ്ങളെ, ഈ 4 പെൺകുട്ടികളെ കൊന്നവന് ഒരു തവണ തൂക്കിക്കൊന്നാൽ ഈ മനുഷ്യന്, ഈ കുട്ടികൾക്ക് നീതി കിട്ടി എന്ന് പറയാൻ നിങ്ങളുടെ നീതിബോധമുള്ള മനസ്സ് സമ്മതിക്കുന്നുണ്ടോ? അവിടെയാണ് ഇസ്ലാം പറഞ്ഞത് ഈ പ്രതിനെ കിട്ടിയില്ല. ഈ ഉമ്മാക്കുള്ള പ്രതീക്ഷ എന്താ അറിയോ? ഈ കോടതിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും വേറൊരു കോടതിയുണ്ട്, നിന്നെ പിടിക്കുന്ന കോടതി. അപ്പൊ മുങ്ങിക്കോ. പോലീസുകാർക്ക് കിട്ടിയിട്ടില്ല. കിട്ടിയ പ്രതി കോടതിയിൽ നിന്ന് രക്ഷപ്പെട്ടു. വക്കീലിന്റെ വാക്സാമർത്ഥ്യം കൊണ്ട്, കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിയും മനുഷ്യനായതുകൊണ്ട്, മനസ്സ് വായിക്കാൻ അറിയാത്തത് കൊണ്ട് വാദം കേട്ട് ജഡ്ജീവൻ കുറ്റക്കാരനല്ല, തെളിവുകളുടെ അഭാവത്തിൽ അവനെ വെറുതെ വിട്ടു. പക്ഷേ ഒരു മുസൽമാന്റെ ഹൃദയത്തിൽ ദൈവബോധമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ, പരലോകബോധമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അതേ മനസ്സിനുള്ളിൽ നിന്നൊരു വിരൽ ചൂണ്ടൽ വരുന്നുണ്ട്, പൊയ്ക്കോ. പക്ഷേ നീ കുറ്റക്കാരനാണെങ്കിൽ നിന്നെ പിടിക്കുന്ന ഒരു കോടതി വരാനുണ്ട്. പ്രധാന ലക്ഷ്യം ഈ ലോകമല്ല, ലക്ഷ്യം വരാനിരിക്കുന്ന ലോക. ഒരു 500 നോട്ട് റോഡിൽ കിടക്കുമ്പോ ആ നോട്ട് അവിടുന്ന് എടുത്ത് ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്ത്, ദാ ഇവിടുന്ന് കുറച്ച് ക്യാഷ് കിട്ടിയിട്ടുണ്ട്, എൻ്റെ ഉടമ കേൾപ്പിച്ചോ എന്ന് പറയാൻ ഇവനെ പ്രേരിപ്പിക്കുന്ന ഒരു ബോധമുണ്ട്. അതാണ് മരണം, അതാ മരണാനന്തര ജീവിതം. ഖബർ, ഒറ്റക്ക് കിടക്കേണ്ടി വരുന്ന ബർസഖിന്റെ ലോകം. അത് കഴിഞ്ഞ് വിളിച്ചാൽ വിളിക്കുത്തരം നൽകി എഴുന്നേറ്റു വരുന്ന റബ്ബിന്റെ നീതിപൂർവമായ കോടതി. മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ ഹ്സാഹാ. റബ്ബേ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാ ചെറുതും എല്ലാ വലുതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയൽവാസി ഒരു സൂചി ചോദിച്ചപ്പോ കുശുമ്പ് കയറിയിട്ട് പറഞ്ഞു, കലണ്ടറിൽ കുത്തിയ സൂചി നമ്മളെ കണ്ട് ചിരിക്കുന്നുണ്ട് തമാശക്ക് പറഞ്ഞ. എന്നിട്ടും പറഞ്ഞു കാണാനില്ല. ആ നുണ വരെ. കാരണം രാവിലെ കത്തി ചോദിച്ചിരുന്നു കൊടുത്തു, രാവിലെ കോടാലി ചോദിച്ചിരുന്നു കൊടുത്തു, പിന്നെ ഉച്ചക്കൊന്ന് സൂചി ചോദിച്ചപ്പോ എല്ലാം വേണം കൊടുക്കുക. അതുകൊണ്ട് കലണ്ടറിൽ സൂചി കുത്തിയത് കണ്ടിട്ടും പറഞ്ഞു വെച്ച സ്ഥലം ഓർമ്മയില്ല, ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. ആ നുണ വരെ ഇതിൽ രേഖപ്പെടുത്തും. അതാ പറഞ്ഞത്. എന്ത്? മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ ഹ്സാഹാ. ഇത് വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇരുട്ടിന്റെ മറവിൽ എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? ഇരുട്ടിന്റെ മറവിൽ എങ്ങനെ തെറ്റ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാതെ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാതെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ പറ്റുമോ? ചെയ്യുക. ഒരാളെയും ഉപദ്രവിക്കില്ല എന്ന് തീരുമാനിക്കേണ്ട വലിയ ഉപകാരം. മനസ്സിലാണുണ്ടോ പറയണത്? ഒരു മനുഷ്യന് സാമ്പത്തികമായിട്ട് അയൽവാസിനെ സഹായിക്കാൻ പറ്റൂല.
ഒരു മനുഷ്യനെ അയൽവാസിക്ക് ഉപകാരം ചെയ്യാൻ പറ്റണില്ല. എന്നാൽ എന്റെ നാവ് കൊണ്ടോ, എന്റെ കണ്ണുകൊണ്ടോ, എന്റെ കൈ കൊണ്ടോ, എന്റെ കാലുകൊണ്ടോ, എന്റെ ശരീരം കൊണ്ടോ, ടോട്ടലി എന്നെ കൊണ്ട് ഒരു ഉപദ്രവം എന്റെ നാടിന്, എന്റെ അയൽപ്പക്കക്കാരന്, എന്റെ കുടുംബത്തിന് ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ചാൽ ഈ നാട് എത്ര സുന്ദരമാകും. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാത്ത, ഭൂമിയിൽ ഔന്നിത്യം, ഞാനെന്ന ഭാവം, അനാനിയത്ത് അത് വെക്കാത്ത നല്ല മനുഷ്യർക്കാണ് തിൽക്കദ്ദാറുൽ ആഖിറ, പരലോകം. അമ്പും ഈ പൊങ്ങച്ചൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെ തുണിയൊക്കെ അങ്ങോട്ട് കയറ്റി കുത്തി ആ അടിയിലിട്ട മുട്ട് വരെ നീണ്ടു കിടക്കണ ബെർമൂട്ടൊക്കെ അങ്ങനെ കാണിച്ച് അങ്ങാടി കൂടെ ഒക്കെ നടക്കുമ്പോ ആരടാ എന്നൊക്കെ ചോദിക്കുമ്പോ വലിയ വർത്താനൊക്കെ പറയും. മസിൽ പവറൊക്കെ ഉണ്ട്, നല്ല ആരോഗ്യമുള്ള സമയ, ഇന്നൊന്നും നടക്കാൻ പോണില്ല പരലോകത്ത്. ഇപ്പൊ നീ വിളിച്ചാ 10 ആൾ ഓടി വരാനുണ്ടാവും കേട്ടോ, നിന്റെ കൂടെ നിൽക്കാൻ ആളുണ്ടാവും, പൈസ ആരോഗ്യമൊക്കെ ഉണ്ടാവുമ്പോ. പക്ഷേ പരലോകത്ത് ഒരൊറ്റ കുട്ടി, ഒരൊറ്റ മനുഷ്യൻ നിന്നെ സഹായിക്കാണ്ടാവില്ല. ചുണ്ടുകൾക്ക് സീല് വെക്കുന്ന കോടതിയാ, കൈകാലുകൾ സാക്ഷി പറയുന്ന കോടതിയാ, തൊലി വരെ നിനക്കെതിരെ പറയുന്ന കോടതിയാ. ഈ തൊലിയോട് നമ്മൾ ചോദിക്കും, എന്റെ തൊലി ഷിഹാബ് എന്ന എനിക്കെതിരെ പറഞ്ഞാൽ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ, എന്റെ തൊലി എനിക്കെതിരെ പറയാ പരലോകത്തുനിന്ന്. ഈ നാവ് എല്ലില്ലാത്ത ഇറച്ചിന്റെ ഒരു കഷ്ണ നാവ്, അതിങ്ങനെ ഇളകുമ്പോ എന്റെ ശബ്ദങ്ങൾ കേൾക്കണില്ലേ? ഉണ്ട്. നിങ്ങൾ സംസാരിച്ച ഞാൻ കേൾക്കൂലേ? എത്ര ക്ലിയറായിട്ടാണ് മനുഷ്യർ സംസാരിക്കുന്നത്. ഈ നാവിന്റെ ഓരോ ചുളിവും മടക്കും അതിന്റെ ടച്ചിങ്ങും ഒക്കെ ആ അക്ഷരങ്ങളുടെ സ്ഫുടതക്ക് കാരണമാകണില്ലേ? ഉണ്ട്. നിൽക്കട്ടെ, ഈ നാവ് കൊണ്ട്, ഈ ഇറച്ചി കഷ്ടം കൊണ്ട് ഇത്ര ഭംഗിയായി സംസാരിക്കാൻ കഴിവ് തന്ന പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് പറയാണ്, തൊലിനെ കൊണ്ട് ഞാൻ സംസാരിപ്പിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമുണ്ടോ? നിന്റെ തൊലി സംസാരിക്കുന്ന ആളെ എന്ന് പറഞ്ഞാൽ അപ്പൊ തൊലിയോട് മനുഷ്യൻ പരലോകത്തുനിന്ന് ചോദിക്കുകയാണ്, തൊലിയോട് മനുഷ്യൻ പരലോകത്തുനിന്ന് ചോദിക്കുക, എന്തിനാ എനിക്കെതിരെ നിങ്ങൾ സാക്ഷി പറയുന്നത്? മുഹമ്മദ് ചോദിക്കുക, അഹമ്മദ് ചോദിക്കുക, ഫാത്തിമ ചോദിക്കുക, കൃഷ്ണൻ ചോദിക്കുക, രാമൻ ചോദിക്കുക, അല്ല എന്റെ തൊലിയല്ലേ നീ എനിക്കെതിരെ സാക്ഷി പറയുന്ന എന്തിനാ? ഞാൻ നരകത്ത് പോകുമ്പോ നീ എന്റെ കൂടെ നരകത്തിലല്ലേ? അപ്പൊ തൊലിയുടെ മറുപടി എന്താണെന്നറിയോ? അല്ലാഹ് സംസാരിപ്പിച്ചതാ, ഒരു രക്ഷയില്ല, പടച്ചോൻ സംസാരിപ്പിച്ചതാ. ഈ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച റബ്ബ് നിന്റെ തൊലിയെ കൊണ്ട് നാളെ പരലോകത്ത് സാക്ഷി പറയിപ്പിക്കുമെന്ന് പറയുന്ന കോടതിയെ കുറിച്ച് ഹൃദയത്തിനുള്ളിൽ ബോധമുള്ളവന്, അതിന്റെ സഗൗരവം ഓർമ്മയുള്ളവന് എങ്ങനെ തിന്മയുടെ അഗാധ ഗർത്തങ്ങളിലേക്ക് നടന്നു പോകാൻ കഴിയും? എങ്ങനെ കഴിയോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് നമ്മളൊക്കെ ശരിക്കും മനസ്സിലാക്കുക. അപ്പൊ ഈ വിശ്വാസമൊന്നും ഇല്ലെങ്കിൽ എന്തോ ആവാം. കഞ്ചാവുമായി ബന്ധപ്പെട്ട് ഈ ആളുകൾ പറയുന്ന ഒരു ഭാഗം ഒന്ന് എടുത്തു വെക്കുക. ഏതൊരു കാര്യത്തെ പറ്റിയും അത് തെറ്റാണെന്ന് പറയാൻ ഇപ്പൊ ഞാൻ ജസ്റ്റ് ചോദിച്ചു നോക്കാം. അപ്പൊ കഞ്ചാവ് അടിക്കുന്നത് തെറ്റായിരിക്കോ? അല്ല. ഇപ്പൊ വലിയ ലിബറലിസ്റ്റുകളുടെ വലിയ നേതാവാ, കഞ്ചാവ് അടിക്കണത് തെറ്റാണോ സാർ? അല്ലാന്ന്. കഞ്ചാവ് അടിക്കണത് തെറ്റാണെന്ന് മാത്രമല്ല, അടുത്ത അദ്ദേഹത്തിന്റെ ഒരു ഭാഗം കൂടി കേൾപ്പിച്ചു കൊടുക്കുക, അപ്പൊ മനസ്സിലാവും. മയക്കുമരുന്ന് ലോകത്ത് മനുഷ്യർ ഉപയോഗിച്ചിട്ട് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ബൗദ്ധികമായ വികാസത്തിന് അത് സഹായിച്ചിട്ടുണ്ടെന്നാണ് ജനിതകമായി ഇന്ന് നമുക്ക് അറിയുന്നത്. ഞാൻ ഈ ന്യൂറോ സയൻസിൻ്റെ മേഖലയിലായാലും ശരി, ഇന്ന് ആ വിഷയത്തിനകത്ത് മുഴുവൻ അറിയുന്നത് എന്താ പറഞ്ഞേ, കഞ്ചാവ് നല്ലോണം ഉപയോഗിച്ചിട്ട് ബുദ്ധിപരമായിട്ട് ഭയങ്കര വളർച്ചയാണ്. ഭയങ്കര ബുദ്ധിയപ്പോ അയാൾക്കൊക്കെ കഞ്ചാവ് അടിച്ച ഭയങ്കര ബുദ്ധിപരമായിട്ട് ഭയങ്കര വളർച്ചയാണ്. ഇതൊക്കെയാണ് നമ്മളെ സമൂഹത്തിന്റെ മുമ്പിൽ കേൾപ്പിക്കുന്നത്. ഒന്നുകൂടി കേൾപ്പിക്ക്. കഞ്ചാവൊക്കെ ലീഗലൈസ് ചെയ്യേണ്ടതാണ്. എന്ത് കുഴപ്പമാണ്? വെറുതെ നമ്മൾ നോക്കി അതിൻ്റെ മുകളിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഭീകരമായ ചർച്ചകളും എല്ലാം ഇന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ അവന്മാരാണ് ഇത് ആരംഭിച്ചത്. അവിടെ പകുതിയധികം സ്റ്റേറ്റുകളിൽ ഇന്ന് ഇത് വിൽക്കാൻ പറ്റും. കേക്ക് കഴിക്കും, സകലതാനും റിക്രിയേഷനായിട്ട് ഇത് കൊടുക്കുന്നിടത്തായി. എന്താ പറഞ്ഞത്? കഞ്ചാവിനെ ലീഗലൈസ് ചെയ്യണം. കഞ്ചാവൊക്കെ ഇഷ്ടമുള്ളവർക്ക് വിൽക്കാനും കൊടുക്കാനും ഒക്കെ പറ്റുന്ന രൂപത്തിൽ എപ്പോൾ വാങ്ങാം. നമ്മൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങാനും കൊടുക്കാനൊക്കെ കിട്ടുന്ന ഒന്നാക്കിയിട്ട് ഇവിടെ നിയമത്തിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. അമേരിക്കയിലൊക്കെ ഇപ്പൊ 50 സ്റ്റേറ്റില്, ഞാൻ ബാക്കിയുണ്ട് സമയമില്ലാത്തോണ്ടാ, 50 സ്റ്റേറ്റില് 24 സ്റ്റേറ്റിലും അത് ഇഷ്ടം പോലെ യഥേഷ്ടം വിൽക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഒരു സ്ട്രീറ്റ് ഉണ്ട് അവിടെ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ അതിന്റെ ഫോട്ടോ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി.
ഒരു സ്ട്രീറ്റിന്റെ ചിത്രം ഉണ്ട് അവിടെ. ആളുകൾ ഇങ്ങനെ സ്ട്രീറ്റിലെ തെരുവിലെ അമേരിക്ക പോലെയുള്ള നാട്ടിൽ കിടക്കുന്ന രംഗുണ്ട്. ഞാൻ സംസാരിക്കുന്ന ഇടയിൽ അത് നിങ്ങൾ കാണും സ്ക്രീനിൽ. എങ്ങനെ ഈ മദ്യം, ഈ മയക്കുമരുന്നൊക്കെ ജീവിതത്തിന്റെ താളങ്ങളൊക്കെ പിഴച്ചു പോയിട്ട്, ജീവിതത്തിന്റെ എല്ലാ മേഖലയും മറന്നുപോയിട്ട്, ലക്ഷ്യം മറന്നുപോയിട്ട്, ഈ ലോകത്തിന്റെ ഈ പളപളപ്പാണ് ജീവിതമെന്ന് വിചാരിച്ചു നിൽക്കുന്ന അമേരിക്ക പോലെയുള്ള നാടുകളിൽ 50 സ്റ്റേറ്റിൽ 24 സ്റ്റേറ്റിലും കഞ്ചാവും എല്ലാം ഇഷ്ടം പോലെ യഥേഷ്ടം കൊടുക്കാൻ പറ്റുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ സ്ട്രീറ്റുകളിലൊക്കെ വലിയ വലിയ അറിയപ്പെട്ട രാജ്യങ്ങളായി അറിയപ്പെടുന്ന തെരുവിലൊക്കെ മനുഷ്യർ കിടക്കുന്ന ചില രംഗങ്ങളുണ്ട്. അവിടെ അങ്ങനെ കിടക്കുക കൂളായിട്ട്. നമ്മളെ നാട്ടിലൊക്കെ ഒരു കള്ളുടിയനൊക്കെ റോട്ടിൽ വീണടക്കുമ്പോ അല്ലേ, ഇത് ഒരു ഗ്രാമാണ് എന്നൊക്കെ വിചാരിക്കുക. വലിയ വലിയ പട്ടണങ്ങളിൽ, അമേരിക്ക പോലെയുള്ള നാടിലെ സ്ട്രീറ്റിൽ ആളുകൾ നടക്കുന്നതും കിടക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടാല് എന്താ പറയണത്, ഇത് 24 സ്റ്റേറ്റിലും കൊടുക്കല്ലേ. പഞ്ചസാരയൊക്കെ വാങ്ങണ പോലെ, അരി വാങ്ങാൻ കിട്ടുന്ന പോലെ, എവിടെ ഏത് കടയിൽ പോയാലും കിട്ടും. എവിടെയും വീണ് കിടക്ക, തുണി വേണമെന്നില്ല കേട്ടോ, ഷർട്ട് വേണമെന്നില്ല, എവിടെയും കിടക്ക. ഇങ്ങനത്തെ ഒരു ലോകത്തിലേക്ക് ലോകത്തെ കൊണ്ടുപോകണമെന്നാണ് ആരാഗ്രഹിക്കുന്നത്? ഈ ദൈവവിശ്വാസവും പരലോക വിശ്വാസവും മരിക്കുന്ന ഉറപ്പാ, മരണാനന്തരമുള്ള ഒരു ലോകത്തോ ഖബറിനെ കുറിച്ചോ പരലോകത്തെ കുറിച്ചോ അതൊക്കെ കളിയാക്കി തമാശയാക്കി അതൊക്കെ ഇയാൾ തന്നെ പറയുന്നുണ്ട്. നന്നായി ജീവിച്ചവർക്ക്, നന്നായി മനസ്സിലാക്കിയവർക്ക് മരണം വളരെ നന്നായി സ്വീകരിക്കാൻ പറ്റും, ആസ്വദിച്ച് സ്വീകരിക്കാൻ പറ്റുമോ? ആസ്വദിക്കാൻ. അതുകൊണ്ടാണ് മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിച്ചിട്ടാണ് മരിക്കേണ്ടത്. രസകരമായി മരിക്കാൻ പറ്റും, വേദനിച്ച് മരിക്കണ്ട. മരണത്തിന് ഭയങ്കര വേദന എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. മയക്കുമരുന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. ലോകത്തുള്ള സകല വിഷനും ഈ കാണുന്ന ലോകത്തുള്ള സകല ദൈവങ്ങളെയും പ്രത്യക്ഷപ്പെടുത്തി ജീവിച്ച് മരിക്കാം. നല്ല മരണം കിട്ടണമെങ്കിൽ ഇയാള് പറയാ, നല്ല മരണം കിട്ടണമെങ്കിൽ ഒരാൾ ചോദിക്കുകയാണ്, ഇപ്പൊ ഈ പലരും മരണത്തൊക്കെ പറഞ്ഞ് പേടിപ്പിക്കണ്ടല്ലോ, മരിച്ചാലൊക്കെ പിന്നെ മരിക്കുന്ന സമയത്ത് ഭയങ്കര പേടിയാന്ന്, വേദനയാണെന്നൊക്കെ അതൊക്കെ തമാശ പറയല്ലേ. മരണം ആസ്വദിച്ച് മരിക്കണമെങ്കിൽ കഞ്ചാവ് അടിച്ച് മരിക്കണം എന്നാ ഇയാള് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. മനസ്സിലായണ്ടോ? മരണമൊക്കെ ആസ്വദിച്ച് മരിക്കണമെങ്കിൽ കുട്ടികളോട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. കോളേജ് കുട്ടികളോടും പുതിയ തലമുറയോട് ഇയാൾ പറഞ്ഞു കൊടുക്കുകയാണ്. അതെന്താ ചെയ്യേണ്ടതെന്നറിയോ? കഞ്ചാവ് അടിച്ച് ആസ്വദിച്ചു മരിക്കണം. ഭയങ്കര സുഖായിരിക്കുന്ന ആ മരണത്തിന് ഭയങ്കര സുഖാണ്. ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു തലമുറക്ക് മുന്നിലാണ് നമ്മൾ ജീവിതം എന്തിന് എന്ന് പഠിപ്പിക്കുന്നത്. ഇത് 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂർ കൊണ്ടോ 1 ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടൊന്നും കേട്ട് തീരാവുന്ന ഒന്നല്ല സുഹൃത്തുക്കളെ. ഇവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പറയുന്ന വാക്കെന്താ അറിയോ? കോഴിക്കോട് പ്രസംഗിച്ചതാണ്. അമ്മയെ സമയല്ല കേട്ടോ, പിന്നെ പെങ്ങളെ, പിന്നെ മകളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലൈംഗികമായിട്ട് ഉപയോഗിക്കാനാ. ഇവരൊക്കെയാണ് ഇപ്പൊ ഈ നാടിന് നന്മ പഠിപ്പിക്കാൻ നടക്കുന്നത്. മനസ്സിലായില്ലേ? ഈ നാടിന് നന്മ പഠിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് എന്ത്? നിങ്ങളെ പെങ്ങളെ, നിങ്ങളെ മോളെ, നിങ്ങളെ അമ്മയെ, ഉമ്മയെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭാര്യയെ പോലെ ലൈംഗികമായിട്ട് ഉപയോഗിക്കാം. ഇത് ഇയാളെ ക്ലിപ്പിട്ട് എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചപ്പോ ഇയാൾ പറയാണ് എന്ത്? ഞാൻ ഉദ്ദേശിച്ചത് അതിലൂടെ മക്കൾ ഉണ്ടാകുന്ന ഒരു സിസ്റ്റം അല്ല, മക്കൾ ഉണ്ടാവാത്ത കേട്ടോ റീപ്രൊഡക്റ്റീവ് നടക്കരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ മക്കൾ ഉണ്ടാകാതിരുന്നാൽ മതി. എല്ലാ മുൻകരുതലൊക്കെ നടത്തിയിട്ട് നിങ്ങളെ ഉമ്മാനെ സമീപിക്കാം, പെങ്ങളെ സമീപിക്കാം, മകളെ സമീപിക്കാം. എന്നിട്ട് ഇവര് സമൂഹത്തോട് പറയാണ്, ലിബറലിസ്റ്റുകൾ സമൂഹത്തോട് പറയാ, സ്വതന്ത്രവാദികൾ എന്ന് പറയുന്നവർ പറയാ, നിരീശ്വരവാദികൾ ലോകത്തോട് പറയാ, ഞങ്ങളെ ഏറ്റവും വലിയ ബുദ്ധിജീവി ഒരു തോളിൽ ഒരു സഞ്ചിയൊക്കെ തൂക്കിങ്ങനെ ഇറങ്ങിയാൽ ഞങ്ങളെ വലിയ ബുദ്ധി എന്ന് വിചാരിക്കുന്നവർ, മുടിയൊക്കെ ഒന്ന് നീട്ടി വളർത്തിയാൽ ഞങ്ങൾ ബുദ്ധിജീവികളാണ് എന്ന് അവകാശപ്പെടുന്നവർ, ഇവർ ലോകത്തോട് പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ ഉപയോഗിക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ ഉപയോഗിക്കാം, പക്ഷെ മക്കൾ ഉണ്ടാകരുത് എന്ന മുൻകരുതൽ എടുത്താൽ മതി എന്ന് പറയുന്ന നിങ്ങൾക്ക്, ഈ പച്ച മലയാളത്തിൽ സംസാരിക്കുന്ന കേരളീയ ജനതയോട്, ഉത്ബുദ്ധ ജനതയോട്, സാക്ഷരത നടന്ന ജനതയോട്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് രേഖപ്പെടുത്തുന്ന ഈ മണ്ണിനോട്, ഇവിടുത്തെ മനുഷ്യരോട് നന്മയെ കുറിച്ച് പറയാൻ ഒരക്ഷരം ഉണ്ടാൻ ഇവർക്ക് അവകാശമുണ്ടോ? ഇവരാ ലോകത്തോട് വേണം കോളേജിന്റെ പരിസരത്തൊക്കെ ചെന്ന് ഞങ്ങൾ നിങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുക, ജീവിതം ആസ്വദിക്കാനുള്ളതാ. ഇതൊരു അനുഭൂതിയാണ്, ഇത് ആഹ്ലാദത്തിന്റെയും ആനന്ദത്തിന്റെയും ലോകമാണ്. മനസ്സിലായില്ലേ?
എന്നിട്ട് ഇവരാണ് ഈ എന്താ പറയുക വൃത്തികെട്ട സംസാരം നടത്തുന്നവർ. മാതാവിന് കൊടുക്കുന്ന ഇനി സമയത്തിന്റെ കുറവുണ്ട്, ഇപ്പൊ ക്ലിപ്പറുണ്ടാ ഞാൻ പറയാ. ഇവരൊക്കെ ഈ ലാസ്റ്റ് കേട്ട മനുഷ്യനൊക്കെ പറയണ എന്താ അറിയോ, അമ്മനെ നോക്കണ്ട. അതൊക്കെ ഒരു ബാധ്യതയാണ്. കുറച്ച് പ്രായമൊക്കെ ആവുമ്പോ മക്കൾക്ക് ഭാരാവരുത്. എത്ര യുവാക്കൾ യുവതികളാണ് ഈ പ്രായമുള്ള ഉമ്മാന്റെ അടുത്ത് വാപ്പാന്റെ അടുത്ത് ഓല നോക്കാനിരുന്ന് സമയം കളയണേ. എന്താ ചെയ്യേണ്ടത്? കഞ്ചാവ് അടിച്ചിട്ട് വേഗം തീരുക. എന്നാ പിന്നെ മക്കൾക്ക് ഭാരല്ല. ഒരു പരിധി വിട്ടിട്ട് ലോഡ് അങ്ങോട്ട് കയറ്റിയാല് വെറുതെ പ്രായമായി കിടക്കണ അച്ഛനും അമ്മയൊക്കെ എന്തിനാ ബെഡിൽ കിടന്ന് വെറുതെ ഇങ്ങനെ സമയം കളയുന്നത്? മക്കൾക്ക് ഇടങ്ങാറാണ്, പ്രയാസാണ്, പിന്നെ ഇവർക്കൊരു ഭാരാണ്. അതുകൊണ്ട് കഞ്ചാവ് അടിച്ച് ആസ്വദിച്ച് വേഗം മരിക്കുക, മക്കൾക്ക് മക്കളെ മണിക്കുക. അപ്പൊ ഒരു ബാധ്യതയില്ലാത്ത, കടപ്പാടുകളില്ലാത്ത, മാതാപിതാക്കളോടുള്ള ബന്ധമില്ലാത്ത, അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറു നിറയെ ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ നമ്മൾ ഈ നിരീശ്വരവാദികൾ സമൂഹത്തോട് വേണം. അയൽവാസി പട്ടിണി കിടക്കുമ്പോ അവരെ നോക്കേണ്ട ബാധ്യത നമുക്കൊരിക്കലും ബാധ്യതയില്ല. അയൽവാസി പട്ടിണി കിടക്കേ ഭക്ഷണം കിട്ടാതെ ഒരു ബാധ്യതയും നമുക്കില്ല. അതൊക്കെ ഗവൺമെന്റ് നോക്കിക്കോളൂ. അപ്പൊ ഗവൺമെന്റ് കണ്ടെത്താൻ പറ്റാത്ത, അവരുടെ ശ്രദ്ധയിൽപ്പെടാത്ത, നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. ഒരു ബന്ധമല്ല. ഉമ്മാനെ വാപ്പാനെ അച്ഛനെ അമ്മനെ തിരിഞ്ഞു നോക്കരുത്, മനസ്സിലായില്ലേ? അയൽപ്പക്ക ബന്ധം അത് സ്ഥാപിക്കരുത്. പിന്നെ സ്വന്തം അമ്മയോടും പെങ്ങളോടും സ്വന്തം മക്കളോട് വരെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം, മക്കൾ ഉണ്ടാവാതിരുന്നാൽ മതി. ഒരു ബാധ്യതയില്ല, ഒരു കടപ്പാടുമില്ല. ഇതാണല്ലോ സ്വതന്ത്രവാദികളായി അവകാശപ്പെടുന്നവർ. എന്നിട്ട് നമ്മുടെ മക്കളെ ഇങ്ങനെ പറഞ്ഞ് കേൾപ്പിച്ച് മുസ്ലിം പെൺകുട്ടികൾ വരെ ചാനലിൽ വന്ന് പറയാ, ഞാനും നൂറയും തമ്മിൽ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2 മുസ്ലിം പെൺകുട്ടികൾ മഫ്തിയൊക്കെ ഇട്ടിട്ട് നല്ല ചുരിദാറൊക്കെ ഇട്ട് വന്നിട്ട് പറയാ, എന്നാ ഷാളൊക്കെ കുത്തിയിട്ടാ വന്നിട്ടുള്ളത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുക, ഒരു ഭാര്യ ഭർത്താവിനെ പോലെ. അതിന് കുറെ ആളുകൾ എതിർപ്പായിട്ട് വരുന്നുണ്ട്. എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? ഞങ്ങൾ ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴുമോ? ചോദ്യ. എവിടേക്കാണ് ലോകം പോകുന്നത്? ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, വേഗം അവസാനിപ്പിക്കുകയാണ്. റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നാട്ടിൽ എൻ്റെ ശബ്ദം കേട്ട അമുസ്ലിങ്ങളോട് നിങ്ങളൊന്ന് പഠിക്കണം. ആരാണ് പ്രപഞ്ചത്തിന്റെ നാഥൻ? എന്തിനാണ് ആ പ്രപഞ്ചനാഥൻ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞു വിട്ടത്? ഞാൻ സാധാരണ രൂപത്തിൽ പറയാ പതുക്കെ. എന്തിനാ നമ്മളെ പറഞ്ഞയച്ചത്? ഇങ്ങനെ ജീവിച്ച് നിങ്ങളെ കൂട്ടത്തിലെ കുറേ മനുഷ്യര് കള്ളു കുടിച്ച് ചീട്ട് കളിച്ച് സ്വന്തം ഭാര്യനെ വഞ്ചിച്ച് ഭർത്താവിനെ ചതിച്ച ഭാര്യമാര്, ഭാര്യയെ ചതിച്ച ഭർത്താക്കന്മാര്, അപ്പുറത്തെ സ്ത്രീയോട് ബന്ധമുണ്ടാക്കിയവർ, ഇപ്പുറത്ത് പോയി അത് മുസ്ലിങ്ങളെ പേരിട്ടവരും അല്ലാത്തവരൊക്കെ ഉണ്ട്. അങ്ങനെ കുറേ മനുഷ്യര് ചീട്ട് കളിച്ച് മല കയറി അവിടെ പോയി സ്റ്റൗവും കോയൊക്കെ ആയിട്ടിരുന്ന് ആ കുടുംബത്തിലേക്ക് യാതൊരു ബാധ്യതയും കടപ്പാടും നോക്കാതെ ഇരുന്ന് ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം കറങ്ങി നടന്ന് അങ്ങനെ മരിച്ചു എന്ന് കേട്ടു. അങ്ങനെ പൊതുശ്മശാനത്തിൽ കബറടക്കി, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറടക്കി. കുറെ ആളുകൾ അങ്ങനെ തീർന്നു. കുറെ ആളുകൾ ഭാര്യ, മക്കള്, ഉമ്മ, വാപ്പ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുക, ഓടുക, ഹോസ്പിറ്റലിൽ ഇരിക്കുക, ICUയുടെ മുന്നിൽ കാത്തിരിക്കുക, വരാന്തയിൽ ഇരിക്കുക, കണ്ണീരോടുകൂടി കാത്തിരിക്കുക, പ്രാർത്ഥനയിൽ മുഴുകുക, പണിയെടുക്കുക, അധ്വാനിക്കുക, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുക, പഠിപ്പിക്കുക, ഒരു അയൽവാസിയോടും അപമര്യാദയായി പെരുമാറാതിരിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക, ചെറിയവരോട് കരുണ കാണിക്കുക, ആരോ ബുദ്ധിമുട്ടിലാണെന്നറിഞ്ഞപ്പോൾ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് കൊടുക്കുക, സക്കാത്ത് 2.5%, 100-ന് 250, 1000-ന് 25, 10,000-ന് 250, 1,00,000-ന് 2,500, അതിന്റെ പുറമെ സ്വതക്ക വേറെ ഒക്കെ കൊടുത്ത് ഈ ജീവിതം ഇപ്പൊ തീരും, ഇന്നല്ലെങ്കിൽ നാളെ തീരും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണം ആസ്വദിച്ചുകൊണ്ടേ ലോകത്ത് നിന്ന് എല്ലാവരും പോകും. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എപ്പോ മരിക്കുമെന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഇതൊക്കെ ഓർത്തിട്ട് നല്ല മനുഷ്യരായി ജീവിക്കുക. അവനും ഖബറിൽ ചീത്ത മനുഷ്യനായി ജീവിച്ച, എല്ലാ പെണ്ണും കള്ളും കഞ്ചാവും MDMA എല്ലാ തോന്നിയാസത്തിലും ജീവിച്ച ആളും മരിച്ച് മണ്ണിലേക്ക് ചേർന്നു. ഇതോടുകൂടി ലോകം അവസാനിച്ചാൽ പിന്നെന്തിനീ മനുഷ്യൻ നന്നായി? ഇയാള് മോശമായതിന്റെ പേരിൽ ഇയാൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? സ്വന്തം ഭാര്യയെ വിട്ട് അയൽവാസി സുഹൃത്തിന്റെ ഭാര്യയും കൊണ്ട് ഇറങ്ങിപ്പോയവന് ആര് കൊടുക്കും ശിക്ഷ? ഉമ്മക്ക് തുല്യരായ, മാതാവിന് തുല്യരായ പെണ്ണിനെ കയറി ബലാത്സംഗം ചെയ്തവന് ആര് കൊടുക്കും ശിക്ഷ എന്ന ചോദ്യത്തിനൊന്നും അർത്ഥമില്ലെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം എന്തിനാണ് സുഹൃത്തുക്കളെ? അർത്ഥതലം എന്താണ് സഹോദരങ്ങളെ? 100 കൂട്ടം ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ അങ്ങാടി വിട്ട്, തിരുവാലി വിട്ട്
നിങ്ങളുടെ അപ്പുറം ഇപ്പുറമുള്ള വീട്ടിലേക്ക് എത്തി ഭക്ഷണം കഴിച്ച് പ്രിയപ്പെട്ടവരെ ഉറങ്ങുന്നതിന് മുമ്പ് ആ ബെഡിൽ കിടന്നുകൊണ്ട് ഈ പറഞ്ഞതിൽ കാര്യമുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രബോധന സംഘമാകുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു സംഘം ഈ തിരുവാലിയിൽ ഒരു മൈക്ക് കെട്ടി നിങ്ങളോട് സംവദിച്ചപ്പോ, നിങ്ങളോട് സംസാരിച്ചപ്പോ ആ പറഞ്ഞതിൽ വല്ല കാര്യവുമുണ്ടോ എന്ന് ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ആലോചന നിമഗ്നരായി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആത്മവിചിന്തനത്തിന് തയ്യാറായി, ഒരു ആത്മപരിശോധനയ്ക്ക് തയ്യാറായി ഒരു 10 മിനിറ്റ് സമയം നിങ്ങൾക്ക് ചെലവഴിക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയി ഇന്നത്തെ ഈ കൊച്ചു സംസാരം, വലിയ സംസാരമല്ല, അവകാശപ്പെടുന്നില്ല ഞങ്ങള്, കൊച്ചു കൊച്ചു നുറുങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇട്ടുതന്നത് ജീവിതത്തിന്റെ വഴിത്തിരിവായി, ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആയി മാറുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. റബ്ബ് എനിക്കും നിങ്ങൾക്കും റബ്ബിന്റെ ദീനിന്റെ ഭാഗത്ത് മേഖലയിൽ കൂടുതൽ ശക്തമായി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അള്ളാഹു പരിഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാരുടെ ജ്യേഷ്ഠാനികന്മാരുടെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളിൽ അസുഖമായി കിടക്കുന്നവർ, ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത അവസ്ഥയിൽ കിടക്കുന്നവർ ഒക്കെയുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ റബ്ബേ പെട്ടെന്ന് ശിഫ നൽകി ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വരാൻ, ഞങ്ങളുടെ പ്രവർത്തകരായി മാറാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബേ, നിന്റെ ദീനിന്റെ ഓരോ മേഖലയും കൊച്ചു കൊച്ചു സംസാരങ്ങളിലൂടെ, ഓരോ ചെറിയ ചെറിയ അങ്ങാടികളിലൂടെ എത്തിക്കുവാനുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ഈ കൂട്ടായ്മയുടെ കൊച്ചു പ്രവർത്തനത്തിന് നീ ശക്തി പകർന്ന് ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാഹ്. വാക്കിൽ അബദ്ധം സംഭവിക്കുകയോ വിചാരിക്കാത്ത അക്ഷരങ്ങൾ വരികയോ ഉദ്ദേശിച്ചതിൽ നിന്ന് മാറിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ റബ്ബേ, തിരുത്തി വായിക്കാനുള്ള സൗഭാഗ്യവും തൗഫീഖും കേട്ടവർക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിലെങ്കിലും ഞങ്ങൾ ഈ പ്രയാസപ്പെട്ട് പറയുന്നത് ശാരീരികമായ അസ്വസ്ഥതകളെല്ലാം മാറ്റിവെച്ച് അല്ലാഹുവേ നിന്റെ ദീനീ രംഗത്തുള്ള പ്രബോധന വീതിയിൽ ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കുന്നത് റബ്ബേ നിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ്, നിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ്, നിന്റെ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടാണ്, കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഖബറെന്ന ഇരുട്ടറയിൽ റബ്ബേ സമാധാനവും സ്വസ്ഥതയും ലഭ്യമാകാനാണ്. അനുഗ്രഹിക്കണേ അല്ലാഹ്. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇവിടെ ഈ സദസ്സിൽ വന്നിരുന്നും ദൂരെ ഇരുന്നുമൊക്കെ കേട്ട ഓരോരുത്തരുടെയും മനസ്സുകളിലേക്ക് ഞങ്ങളുടെ ഇന്നത്തെ എളിയ സംസാരങ്ങളെ പടച്ചവനെ അത് അവർക്ക് ചിന്തനീയമായ കാര്യങ്ങളാക്കി നീ മാറ്റിക്കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഫലസ്തീനിൽ വേദനിക്കുന്ന ഞങ്ങളുടെ അനിയത്തിമാർക്ക്, ഞങ്ങളുടെ അനിയന്മാർക്ക്, ഞങ്ങളുടെ സഹോദരിമാർക്ക്, ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, ഞങ്ങളുടെ ആദർശ രക്തബന്ധുക്കൾക്ക് അല്ലാഹുവേ, ദീനീപരമായ ചിന്തയുള്ള ആ പാവപ്പെട്ട മനുഷ്യർക്ക് എത്രയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടും മനുഷ്യരെന്ന നിലക്ക് തെറ്റുകളും അബദ്ധങ്ങളും ഒക്കെ അവരുടെ ഭാഗത്തും ഉണ്ടാവാം. പക്ഷെ തൗഹീദുള്ളവരാണെന്ന നിലക്ക് പടച്ചവനെ അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ സ്വതന്ത്ര ഫലസ്തീൻ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. പടച്ചവനെ, നിന്നെ മാത്രം ആരാധിക്കാനുണ്ടാക്കിയ ലോകത്തിലെ 2ാമത്തെ പള്ളി നിൽക്കുന്ന ആ ജെറൂസലമിനെ നീ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹുവേ, അവിടെ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ മനസ്സും അവരുടെ വിശ്വാസവും ഒക്കെ അറിയുന്നവൻ നീയാണ്. പറ്റാവുന്ന ആളുകൾക്കൊക്കെ നീ അവരുടെ ഷഹാദത്ത് നൽകി ശുഹദാക്കളുടെ കൂട്ടത്തിലേക്ക് അവർ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമായിരിക്കും റബ്ബേ. നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم خلص قلوبنا من الرياء، اللهم خلص قلوبنا من النفاق، اللهم خلص قلوبنا من الشرك والكفر. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.